ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെ കണ്ടെത്താൻ നോക്കുക. ഓക്കെ, ഇപ്പൊ എന്നെ കുറിച്ച് ഞാൻ പറഞ്ഞു, ബേസിക്കലി ടീച്ചിങ് ഫീൽഡ് ആണ്. ഉപ്പയുടെ നിർബന്ധത്തിന് പുറത്ത് കയറിയിട്ട് ചെയ്തൊരു പരിപാടിയായിരുന്നു. പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ആ ഫീൽഡ് ഞാൻ അധികം കൊണ്ടുപോയിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു, അത് ഒഴിവാക്കി. ഓക്കെ, അത് ഒഴിവാക്കി ഞാൻ വീണ്ടും എന്റെ ഫീൽഡും തെരഞ്ഞെടുത്തിട്ട് ഇങ്ങനെ പോയി. പിന്നെ BBA ആണ് എന്റെ ഗ്രാജുവേഷൻ എന്ന് പറയുന്നത്, ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അത് ചെയ്തു. പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ പറ്റിയില്ല, അപ്പോഴേക്ക് കല്യാണം കഴിഞ്ഞ് എന്റെ വീട് എന്ന ലോകത്തേക്ക് ഞാൻ മാറി. അങ്ങനെ കുറെ വർഷങ്ങൾ വീടും വീട്ടുകാരുമായിട്ട് പോയി. നീണ്ട ഒരു 10-13 വർഷം അങ്ങനെ പോയതിനു ശേഷമാണ് ഈ ഒരു നെറ്റ്വർക്ക് ഫീൽഡിലേക്ക് വന്നത്. അതും എനിക്കെന്താ, പുറത്തിറങ്ങി വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് മാത്രം ചെയ്താൽ മതിയെന്ന് ഹസ്ബൻഡിന്റെ സ്ട്രിക്റ്റ് ഓർഡർ ഉള്ളതുകൊണ്ട് 13 വർഷം വീട്ടിൽ തന്നെ ആയതാണ്. പിന്നെ മെല്ലെ മെല്ലെ എന്താ പറയാ, ഞാൻ അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്നാണ് ശരിക്കും എന്റെ ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈഫ് കംപ്ലീറ്റ് വീടിനുള്ളിലും ഫാമിലിയിലും മാത്രം ഒതുക്കിയിരുന്ന ഞാൻ പെട്ടെന്ന് എന്റെ ട്രാൻസ്ഫോർമേഷൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. കാരണം ഞാൻ ചിന്തിച്ചു തുടങ്ങി, എന്തിനു ഞാൻ പഠിച്ചു, എന്തിനു ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു, എന്റെ ഉപ്പയുടെ ആഗ്രഹങ്ങൾ എന്തിനു ഞാൻ ഒഴിവാക്കി. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എന്റെ ടേക്ക് ഓഫ് സ്റ്റാർട്ട് ആയത്. പിന്നീട് അവിടുന്ന് ഇന്ന് ഇവിടെ നിൽക്കുന്നത് വരെ അൽഹംദുലില്ലാ എന്താ പറയാ, ഒരു മാറ്റം തന്നെയായിരുന്നു. ഒരു എന്താ പറയാ, എന്തൊക്കെയോ ഒരു വളർച്ച അത് എന്നിലേക്ക് വരാൻ തുടങ്ങി. പിന്നീട് ഞാൻ എന്റെ ചിന്തയും എന്റെ സറൗണ്ടിങ്സ് ഒക്കെ ഞാൻ തന്നെ മാറ്റിയെടുത്തിട്ട് ഇപ്പൊ ഇതാ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുകയാണ്. അപ്പം ഇതാണ് എന്റെ ബേസിക് ആയിട്ടുള്ള എന്റെ ഹിസ്റ്ററി. ഒരുപാട് പറയുന്നില്ല, ബോറടിക്കും. എന്റെ ഹിസ്റ്ററി ഇതാണ്. അപ്പൊ നിങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താണ്, കാരണം എന്നെ അറിയാത്ത ഒരുപാട് പേരുള്ളതുകൊണ്ട് ജസ്റ്റ് പരിചയപ്പെടുത്തുന്നു. ഓക്കെ, അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഒരുപാട് പേര് ഇതുപോലെ സാക്രിഫൈസ് ചെയ്ത ആൾക്കാരുണ്ടാവും. ഈവൻ ലേഡീസ് ആയാലും ജെന്റ്സിൽ പോലും ഒരുപാട് വിദ്യാഭ്യാസവും കാര്യങ്ങളും ഉണ്ടായിട്ടും ലൈഫിൽ എവിടെ എത്താൻ പറ്റാതെ ലൈഫ് സ്ട്രഗിൾ ചെയ്തിട്ട് ഒരുപാട് എന്താ പറയാ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും നമ്മുടെ ഈ കൂട്ടത്തിൽ. ഈ ഒരുപാട് പേരൊന്നും ഹാപ്പിനെസ് ഉള്ള ആളായിരിക്കില്ല. ഹാപ്പിനെസ് ഉള്ളവരുണ്ടാവാം അല്ലേ, അത് നമ്മൾ പറയും ഗോഡ് ലക്ക്, അതിൽ ദൈവത്തിന്റെ ഒരു കടാക്ഷം എന്ന് പറയും. ജനിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളക്കരണ്ടിയും കൊണ്ട് ജനിച്ച ആൾക്കാരുണ്ടാവും. പക്ഷെ അത് കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. 100-ൽ 1-2% ബാക്കി 98% എന്താണ്, സ്ട്രഗ്ലിംഗ് പീരീഡിലൂടെ കടന്നുപോയ ആൾക്കാരാണ് അല്ലേ. ഉറപ്പല്ലേ? അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അത് ഏതെങ്കിലും ലെവലിലായിരിക്കും ആ സ്ട്രഗ്ലിങ് വരുന്നുണ്ടാവും. ഇന്നതെന്ന് എല്ലാവർക്കും ഒരുപോലെ എന്നല്ല, ഓരോരുത്തർക്കും ഓരോ സ്ട്രഗ്ലിംഗ് ആയിരിക്കും. പക്ഷെ അത് ഉണ്ടായിട്ടുണ്ടാവും, എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. ഫിനാൻഷ്യലി ആയിരിക്കാം, ഫാമിലി പ്രോബ്ലംസ് ആയിരിക്കാം, ഈവൻ സോഷ്യലി നടക്കുന്ന പ്രോബ്ലംസിൽ പോലും നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ എത്തിപ്പെട്ടത് ഈ എംപവർ ഇന്റർനാഷണൽ എന്ന ഒരു ഓർഗനൈസേഷനിലാണ് അല്ലേ. ഇവിടെ എത്തിപ്പെട്ടപ്പോഴും ഇപ്പോഴും സ്ട്രഗ്ലിംഗ് പീരീഡിൽ നമ്മൾ ഇവിടെ എത്തി. ഇവിടെ നിന്ന് ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിൽ നിന്ന് മാറി ലൈഫ് സക്സസ് ആക്കാൻ പറ്റുന്ന ഉറപ്പുള്ളവർ ഒന്ന് തമ്പ് ചെയ്ത്, എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ടേ പറ്റും. എത്ര പേർക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്? നിങ്ങൾ നിങ്ങളുടെ ഇന്നർ പാർട്ട് എന്ന് പറയണം, എനിക്ക് ഈ ഒരു എംപവറിന്റെ കൂടെ നിന്നിട്ട് സ്ട്രഗ്ലിംഗ് പീരീഡിൽ നിന്ന് ഒഴിവായി എന്റെ ഫാമിലിയെ സേഫ് ആക്കാനും എന്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനും കംപ്ലീറ്റ്ലി ഫിനാൻഷ്യൽ ഫ്രീഡം കൊണ്ടുവരാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉള്ളവർ മാത്രം ലൈക്ക് അടിക്കൽ. ഓക്കെ, എല്ലാവർക്കും പ്രതീക്ഷയുണ്ട് അല്ലേ. ഞാൻ അടങ്ങുന്ന, നിങ്ങൾ അടങ്ങുന്ന 321 കൗണ്ട്. ഈ 320 പേർക്കും എന്തുണ്ട്, നല്ല പ്രതീക്ഷയാണ്. ോടാണോ പ്രതീക്ഷ, പ്രൊജക്ടിനോടാണോ പ്രതീക്ഷ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത്? എംപവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനിൽ നിൽക്കുന്ന 11ഓളം വരുന്ന ഫാസ്റ്റ് ട്രാക്കിലാണോ, അതോ ഈ ഒരു പ്രൊജക്ട് കയ്യിൽ കിട്ടിയതിലാണോ പ്രതീക്ഷിക്കുന്നത്? അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജിൽ വരിക. അത് മെസ്സേജിൽ നിന്ന് ആൻസർ കിട്ടുള്ളൂ. എംപവർ, ഓക്കെ, എംപവർ ഓക്കെ. മാക്സിമം ആൾക്കാരും എംപവർ ആണ്, ബോത്ത് പറയുന്നുണ്ട്. ഓഫ് കോഴ്സ് അവിടെ ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എംപവറിനെ വിശ്വസിക്കുന്നത്. കാരണം എംപവർ കൊണ്ടു തന്നത് കൊണ്ട് മാത്രം കിട്ടിയതാണ് പ്രൊജക്ട് അല്ലേ. എംപവറിന്റെ കൂടെ വന്നത് കൊണ്ട് കിട്ടിയതാണ് നമുക്ക് ഈ പ്രൊജക്ട്. എംപവർ ഒരുപാട് പ്രൊജക്ടുകൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ പ്ലാൻ കൊടുക്കുമ്പോൾ പറയുന്നുണ്ട് അല്ലെ. 5-5.5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് നമ്മുടെ എംപവർ. ഞാൻ പറയുന്ന കാര്യമാണത്. ഞാൻ ഒരാൾക്ക് പ്ലാൻ കൊടുക്കുന്ന സമയത്ത് അതിന്റെ കൂടെ എംപവറിനെ മെൻഷൻ ചെയ്യാത്ത ഒരു പ്ലാനും ഉണ്ടാവില്ല. അത് ടീമിനോട് എപ്പോഴും പറയും. കാരണം നമുക്ക് പ്രൊജക്റ്റും പ്ലാനും 30% ഉള്ളൂ. പക്ഷെ നമ്മൾ നിൽക്കുന്ന ഓർഗനൈസേഷന്റെ സ്ട്രെങ്ത് അത് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിലൂടെ അവർക്ക് കിട്ടുന്ന ട്രസ്റ്റിലാണ് അവർ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതെന്തായാലും ഇവൺ ഏത് സാധനത്തിനായാലും നമുക്ക് അതിനോട് ആ ഒരു ട്രസ്റ്റ് തോന്നുമ്പോൾ മാത്രമേ നമ്മൾ അതിനെ വാങ്ങിക്കൂ. ഇഷ്ടം തോന്നണം അല്ലെ. ട്രസ്റ്റ് മാത്രമല്ല, ആ ഒരു ഇഷ്ടം തോന്നുമ്പോൾ നമ്മൾ അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാവുള്ളൂ. അപ്പൊ എന്ത് വേണം, ആദ്യം എംപവറിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എംപവറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എംപവർ എന്താണെന്ന് നമ്മൾ പഠിക്കണം അല്ലെ. എംപവർ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എംപവറിങ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാനാണ്. നമ്മൾ ഓരോരുത്തരും ആ ഒരു ഫീൽഡിലേക്ക്, ആ ഒരു ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഫ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ,
അപ്പൊ നമുക്ക് ജസ്റ്റ് ആ ഒരു ലെവലിലേക്ക് ഫ്ലൈ ചെയ്തിട്ട് നമുക്കൊന്ന് വെറുതെ പാറി പറന്ന് നടന്നു വന്നാലോ ഈ ഒരു 7 AM റെഡിയാണ് എല്ലാവരും? നമ്മുടെ മൈൻഡ് സെറ്റ് അല്ലേ? ഇതിൽ ഇരിക്കുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കണം, നിങ്ങളൊന്ന് ചാറ്റിൽ റിയാക്ട് ചെയ്യാം. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഏത് ലെവലിലാണ് ഇപ്പോൾ ഉള്ളത്? നിങ്ങൾ ഏത് മൈൻഡ് സെറ്റിലാണ് ഇപ്പൊ ഈ ഒരു 7 AM ഇരിക്കുന്നതും ഈ ഒരു കോൺഫോർജ് ബിസിനസ് ചെയ്യുന്നതും? ഓക്കെ, ഇനി അതിനുള്ള ആൻസർ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താ? ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്, ഞാൻ നിങ്ങളോട് കുറെ കാര്യങ്ങൾ പറയുന്നു, ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നു, പക്ഷെ സ്റ്റിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താ? നിങ്ങൾ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തിയാണോ, അതോ പുവർ മൈൻഡ് സെറ്റ് ആണോ, അതോ മീഡിയത്തിൽ പോകുന്ന ആൾക്കാരാണോ? എങ്ങനെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? Okay. Yes. ഒരുപാട് പേര് റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണെന്ന് പറയുന്നുണ്ട്. ഷുവർ, അത് തന്നെയാണ് നമുക്ക് വേണ്ടത് അല്ലേ? നമ്മൾ റിച്ച് മൈൻഡ് സെറ്റ് കൊണ്ടാണ് ലൈഫിൽ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. ഈ ഒരു റിച്ച് മൈൻഡ് സെറ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ആയിട്ട് ഒന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ഓൺ ചെയ്ത് നോക്കിയാലോ? എല്ലാവരും റെഡി അല്ലേ? റെഡി ആണോ? ദ ഈഗിൾ മൈൻഡ് സെറ്റ് അല്ലേ? നിങ്ങൾ അത് ടോപ്പിക് മേ ബി ആ ഒരു പോസ്റ്ററിൽ കണ്ടിട്ടുണ്ടാവാം. ഈഗിൾ മൈൻഡ് സെറ്റ്. എത്ര പേർക്ക് ഈ ഒരു ഈഗിൾ മൈൻഡ് സെറ്റ് ഉണ്ട്? ഒന്ന് ലൈക്ക് ഇട്ടെ. ഉണ്ട് എന്ന് പറയുന്നവര് ലൈക്ക് ഇടണം, ലൈക്ക് ഇട്ടവരെ ഞാൻ പൊക്കും. എന്താണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്നും കൂടി എനിക്ക് പറഞ്ഞു തരേണ്ടി വരും. ഓക്കെ, ആരെങ്കിലും ഒരാളെ ട്രേസ് ചെയ്തിട്ട് ചോദിച്ചാൽ പറഞ്ഞു തരുമോ എന്താണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ്, ഈഗിൾ മൈൻഡ് സെറ്റ് എന്ന് നിങ്ങൾ പറയാൻ കാരണം? നിങ്ങൾക്ക് തോന്നുമല്ലോ ഞാൻ ആ ഒരു മൈൻഡ് സെറ്റിൽ മുന്നോട്ട് വ്യക്തിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. രവീന്ദ്ര സർ, ഓക്കെ, യെസ്, രവീന്ദ്ര സാർ ആൻസർ പറഞ്ഞു. ഇനി ഭാര്യ വിളിക്കണ്ട, അതിപ്പോ എല്ലാരും പറയും. ഒരാളെ വിളിച്ചതിന് എല്ലാവരും ആ ഒരു ആൻസർ തരികയാണ് അല്ലേ? നമുക്ക് കോപ്പി അടിക്കാൻ നമ്മളെക്കാളും വലിയ ബിരുദന്മാരില്ല എന്നാ പറയല്. ഷാർപ്പ് വിഷൻ, യെസ്, ഓരോരുത്തർ ഓരോന്ന് പറയുന്നുണ്ട്. യെസ്, നമ്മളെല്ലാരും റിച്ച് മൈൻഡ് സെറ്റും കൊണ്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മൈൻഡ് സെറ്റ് വളരെ വലിയ രീതിയിൽ ഹൈ ഫ്ലൈ അല്ലെ, ഫ്ലൈ ഹൈ, സോറി, എങ്ങനെയായിരിക്കണം? നമ്മൾ പറക്കണം. എങ്ങനെ പറക്കണം? ഈഗിളിനെ പോലെ പറക്കണം. ഈഗിൾ എങ്ങനെയാ പറക്കുക? ഈഗിളിന് എന്താ ഒരു സ്പെഷ്യാലിറ്റി? ഈഗിൾ മറ്റുള്ള സ്മോൾ ബേർഡ്സിനെക്കാളും അതിന്റെ എത്രയോ മടങ്ങ് മുകളിലേക്ക് പറക്കാൻ പറ്റും. അതിനെ ടച്ച് ചെയ്യാൻ വേറൊരു പക്ഷിക്ക് പറ്റില്ല എന്നുള്ളതാണ് അല്ലേ? അത് എപ്പോഴും ഒരു സേഫ് സോണിലാണ് ഇതിന്റെ പറവ. മീൻസ് അതിങ്ങനെ പറന്ന് നിൽക്കുമ്പോൾ ആ ഒരു ലെവലിലേക്ക് വേറൊരു മനുഷ്യൻ വരില്ല. ഈഗിളിന് പകരം ഈഗിള് മാത്രം. ഒന്ന് ചിന്തിച്ചു നോക്കി, ആ ഒരു ഈഗിളിനെ നമ്മളൊന്ന് നമ്മുടെ മൈൻഡിലൊന്ന് എടുത്ത്, എന്താ അതിനെ തൊടാൻ പോലും ഒരാൾ ഉണ്ടാവില്ല അല്ലെ? ഈഗിളിന്റെ ആ ഒരു പൊസിഷൻ ഈഗിളിന് മാത്രം. അതിന്റെ തൊട്ട് താഴെ മാത്രമാണ് മറ്റുള്ളവർ വരുന്നത്. മറ്റുള്ള പക്ഷികളും കാക്കയും ഒക്കെ വരുന്നത് അതിന്റെ തൊട്ട് താഴെയാണ്. ഈഗിളിന് ചുറ്റും ഈഗിള് മാത്രം. എന്ത് രസമല്ലേ? ഒരാളും തൊടില്ല. എപ്പോഴും അവരുടെ ആ ഒരു സോൺ സേഫ് ആയിരിക്കും അല്ലെ? അങ്ങനെ ആയിരിക്കണ്ടേ നമ്മളും? നമ്മുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കണം? മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിരിക്കണം. എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നമുക്ക് എന്നുള്ളതായിരിക്കണം നമ്മുടെ ഉള്ളിൽ. കാരണം ഒരുപാട് നെഗറ്റീവ് അല്ലെ, നമ്മളിപ്പം ഈ ഒരു ഫീൽഡിൽ, ഇപ്പൊ നമ്മുടെ ഈ ഒരു ഫീൽഡായിട്ട് കണക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ തന്നെ ഒരുപാട് നെഗറ്റീവ് നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരുപാട് നെഗറ്റീവ് സറൗണ്ടിങ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. പിന്നെ നമ്മളെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന 99% ആൾക്കാരും. ഷുവർ അല്ലേ? 99% ആൾക്കാരും ഒരാളും മറ്റാളും നന്നാവുന്നത് ഇഷ്ടപ്പെടില്ല. ആകെ പാരന്റ്സിന് മാത്രമേ അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ബാക്കി എല്ലാവരും മുന്നിൽ നിന്ന് കൈമുട്ടിച്ചിരിക്കുന്നുണ്ടെങ്കിലും പുറകിൽ നിന്ന് കളിയാക്കിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും. കൈമുട്ടിച്ചിരിക്കുമ്പോൾ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവള് ഇങ്ങനെയാണോ എന്നൊരു ക്വസ്റ്റ്യൻ കൂടി വരും അല്ലെ? അവരുടെ ഉള്ളിൽ എന്തായിരിക്കും? അവരുടെ എന്നല്ല, അതൊരു ഹ്യൂമൻ സൈക്കോളജിയാണിത്. ഹ്യൂമാനിറ്റിയിൽ വരുന്നതാണ് അതൊക്കെ. എന്താണ്? മുന്നിൽ നിന്ന് മാത്രം കൈമുട്ടിച്ചിരിക്കുക, പുറകിൽ നിന്ന് കളിയാക്കിച്ചിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതൊന്നും നോക്കാതെ നെവർ മൈൻഡ് ആയിട്ട് പറക്കണം. ഈഗിളിനെ പോലെ പറക്കണം. അവിടെ നമ്മൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടെന്ന് നമ്മുടെ മൈൻഡ് സെറ്റ്, മെയിൻ നമ്മുടെ മൈൻഡ് സെറ്റ് ആണല്ലേ? നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ ഡിഫറെന്റ് ലെവലിലേക്ക് വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈഗിളിനെ പോലെ പറക്കാൻ പറ്റൂ. വേറൊരാൾക്ക് നമ്മളെ തൊടാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ പറക്കണം. നാളെ എന്ത് ചെയ്യണം? ഞാൻ എങ്ങനെ മാറണം? ഞാൻ എവിടേക്ക് എത്തണം? എന്റെ വർക്ക് എങ്ങോട്ടാണ്? ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ്? ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളായിട്ടാണ് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് പോകേണ്ടത്. അല്ലാതെ എന്റെ സറൗണ്ടിങ്സിൽ നടക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് എന്റെ ബ്രെയിനിലേക്ക് ഞാൻ അത് കൊണ്ടുവന്ന് എന്റെ ബ്രെയിനിലിട്ട് അവർ പറയുന്നതും കേട്ട്, വീട്ടുകാർ പറയുന്നതും കേട്ട്, നാട്ടുകാർ പറയുന്നതും കേട്ട്, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്നും പറഞ്ഞ് മാറി നിൽക്കുന്നതിന് പകരം ഈഗിള് പറക്കുന്ന പോലെ പറക്കുക. ആരെന്തും പറഞ്ഞോട്ടെ, പക്ഷെ എന്നെ തൊടാൻ ഒരാൾക്കും പറ്റില്ല, പറ്റാൻ പാടില്ല. ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കണം. ഞാനെന്ന വ്യക്തി, എനിക്ക് പകരം ഞാൻ മാത്രം, വേറൊരാൾ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ആയിരിക്കണം നമ്മൾ പോകേണ്ടത്. ഓക്കെ,
ഈഗിളിന്റെ വിഷൻ, ഈഗിളിന്റെ ഫോക്കസ് എന്താ? എപ്പോഴും ഒരു ഷാർപ്പ് വിഷനിലാണ് ഈഗിൾ പോകുന്നത്. ഈഗിളിന്റെ എത്ര ദൂരത്ത് നിന്നിട്ടും ഏത് സാധനത്തിനെയും ഫോക്കസ് ചെയ്യാനുള്ള ഒരു എന്തുണ്ട്, ഐ പവർ ഉണ്ട് ഈഗിളിന്. അല്ലെ? നമ്മൾ ചിന്തിച്ചു നോക്കാം, നമ്മുടെ മൈൻഡ് സെറ്റിനെ ഇവിടെ നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റ് ആയിട്ട് ഒന്ന് കണക്ട് ചെയ്തേ. എത്രത്തോളം ആൾക്കാർക്ക് ഈ ഒരു വിഷൻ ഉണ്ട്? അതായത് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന എത്ര പേരുണ്ട് ഇതില്? നമ്മൾ അതിന്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ വരും, അതിന്റെ പുറകിൽ പോവും, എന്ത് വന്നാൽ അതിന്റെയൊക്കെ പുറകിലോ. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തത് നമുക്ക് എന്തോ ഒരു എന്താ പറയാ ഒരു വലിയൊരു വിഷൻ ഉള്ളതുകൊണ്ടാണ്. നമ്മൾ എത്തിപ്പെടാൻ പോകുന്ന ഏതോ ഒരു നാറ്റീവ് പ്ലേസിനെ നമ്മൾ ഉള്ളിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നത്. നമ്മളെ കൊണ്ടുവരുന്ന നമ്മുടെ സ്പോൺസർ, അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ ഒരു ക്യാഷ് കൊടുത്ത് ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമാവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഉള്ളിൽ പ്രതീക്ഷകൾ ഉണ്ട് ഇല്ലേ? എന്തൊക്കെയാ ആ സമയത്ത്, അതായത് എൻട്രി സ്റ്റെപ്പിൽ ഒരുപാട് സ്വപ്നങ്ങളായിരിക്കും. അതായത് ഈ പ്രൊജക്ടിലൂടെ ഞാൻ അതാവും ഇതാവും, ഞാൻ ചിലപ്പോ എന്താ പറയാ പ്രൈം മിനിസ്റ്റർ ആവും, അങ്ങനെയുള്ള സ്വപ്നങ്ങളെല്ലാം കാണുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് ആ ഒരു പ്രൈം മിനിസ്റ്ററും ഇല്ല, ഒന്നുമില്ല, ജസ്റ്റ് ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുന്ന ഒരുപാട് പേരുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഫോക്കസ് നമ്മൾ ആ ഒരു നമ്മുടെ എന്താണ് പറയാ ഡെസ്റ്റിനേഷനിലേക്ക് കൊടുക്കാത്തോണ്ടാണ്. യെസ്. അപ്പം ഡെസ്റ്റിനേഷനിലേക്ക് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മൈൻഡ് സെറ്റ് പവർ ആയിരിക്കണം. എന്ത് വന്നാലും എവിടെ തിരിഞ്ഞാലും നമ്മൾ ചിന്തിച്ചതിലും നമ്മുടെ പ്രവൃത്തിയിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകണം. ഇതുവരെ നമ്മൾ എന്താണോ എന്നുള്ളതല്ല, അതിന്റെ ഇടയിൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതിനൊക്കെ മറികടന്ന് നമ്മൾ ചിന്തിച്ച് നമുക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് പറ്റണം. നമ്മുടെ ഫോക്കസ് എപ്പോഴും എന്തായിരിക്കണം? ദൂരെ നമ്മൾ കാണുന്ന, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഗോളിലായിരിക്കണം, അല്ലെ? എല്ലാവരും ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം. കാരണം അധിക മീറ്റിംഗ്സിലും നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ലീഡേഴ്സ് പറയുന്ന ഒരു മെയിൻ പോയിന്റ് ആണ് ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഡ്രീമിന് ഇമ്പോർട്ടന്റ് ഉണ്ടെങ്കിലും ഡ്രീമിനെക്കാളും ഇമ്പോർട്ടന്റ് ഗോളിനാണ്. എന്തുകൊണ്ടാണ്? ഡ്രീം നമുക്ക് എവിടെ ഇരുന്നും എങ്ങനെയും കാണാൻ പറ്റും, പക്ഷെ അതൊരു ഗോളായി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്തിപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് എത്തിപ്പെടുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരും, ഒരുപാട് വരും. അത് ചെയ്യണ്ടെന്ന് പറഞ്ഞ് പിൻവലിക്കാൻ ആദ്യം വരുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെയായിരിക്കും. മേ ബി നമ്മുടെ മനസ്സ് പറയേ ആയിട്ടില്ല, ടൈം ആയിട്ടില്ല, നീ അത്രത്തോളം വളർന്നിട്ടില്ല, അല്ലെങ്കിൽ നിനക്ക് അത് ഇപ്പം ഗോൾ അച്ചീവ് ചെയ്യണ്ട, കുറച്ച് കഴിയട്ടെ, പിന്നെ നോക്കാം കാരണം പ്രശ്നങ്ങൾ തീരട്ടെ. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാ? പ്രശ്നങ്ങൾ തീരണം, അങ്ങനെ 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 നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മളെ മാറ്റിക്കൊണ്ട് പോകും. എന്തുകൊണ്ടാ കൊണ്ടുപോകും? നമ്മുടെ നിൽക്കുന്ന സറൗണ്ടിങ്സ്, നമ്മൾ എന്താ പറയാ കമ്മിറ്റഡ് ആയിട്ട് പോകുന്ന ആൾക്കാർ ഒക്കെ അതിനൊരു ഉദാഹരണമാണ്, അല്ലെ? അവരൊക്കെ അവരോടുള്ള സംസാരം, അവരെന്താ പറയാ നെഗറ്റീവ് പീപ്പിളിനോടുള്ള ഒരു കൂടുതലുള്ള ഇന്ററാക്ഷൻ ആയിരിക്കാം മേ ബി നമ്മൾ ആ ഒരു വിഷനിൽ നിന്ന് മാറി വേറൊരു ലെവലിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം? നമ്മുടെ വിഷന് ഫോക്കസ് ചെയ്യേണ്ടത് എപ്പോഴും എങ്ങനെയായിരിക്കണം? ആ ഒരു വിഷനിലേക്ക് മാത്രമായിരിക്കണം, വേറെ എവിടെയും നമ്മൾ ചിന്തിക്കുക. ഇപ്പം പരുന്തിനെ കുറിച്ചൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പരുന്ത് അറിയാലേ, ദൂരെ നിന്ന് വന്നിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നതാണ്, നമ്മുടെ ഈ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ വന്നതാണ്. എന്താണ്? വളരെ ദൂരം നിന്ന് ഹൈ ലെവലിൽ നിന്ന് പറന്നുകൊണ്ടിരുന്ന പരുന്ത് വന്നിട്ട് ആ ഒരു കടലിൽ നിന്നിട്ട് മീനിനെ കൊത്തിയെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത്രയും ദൂരെ നിന്ന് അതിന്റെ ഐസൈറ്റ് അത്രത്തോളം ക്ലിയർ ആണ്, നല്ലൊരു വിഷൻ അതിന്റെ ഒന്നുണ്ട്. അതിന് അത്രയും കാഴ്ച ഉള്ളതുകൊണ്ടാണ് അതിന് ആ ഒരു മീനിനെ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി എടുത്തത്. പക്ഷെ അതെങ്ങനെയാ? അത് വലയം വെച്ചിട്ടൊന്നല്ല, ആ ഒരൊറ്റ ഫ്ലൈയിങ്ങിൽ വന്നിട്ട് അതിനെ കുത്തിയെടുത്ത് കൊണ്ടുപോവാം. പക്ഷെ മറ്റുള്ള പറവകളാണെങ്കിൽ എങ്ങനെയായിരിക്കും? കാക്കനെ പോലത്തെ പറവകളാണ് അതിനെ വട്ടം ചുറ്റി കടന്ന് അവിടുത്തെ അറ്റ്മോസ്ഫിയർ നോക്കി ആരുമില്ല എന്ന് കണ്ടാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അതിനെ കുത്തിയെടുത്ത് കൊണ്ടുപോകുന്നുള്ളൂ. പക്ഷെ പരുന്ത് അങ്ങനെയാണോ? പരുന്തിന്റെ വിഷം മാറ്റാണ്. ഏത് ദൂരത്തു നിന്നും അതിനെ ക്യാച്ച് ചെയ്യേണ്ട കാര്യം കണ്ടു കഴിഞ്ഞാൽ അത്രയും ലോങ് നിന്ന് അത് വന്നിട്ട് എന്ത് ചെയ്യും? അതിനെ ക്യാച്ച് ചെയ്തിട്ട് കൊണ്ടുപോകും, അല്ലെ? അവിടെ ചുറ്റിലും എന്ത് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടോന്ന് അത് നോക്കുന്നില്ല. കാരണം എന്താ? ആ ഒരു പരുന്തിന്റെ വിഷൻ കംപ്ലീറ്റ് പോകുന്നത് അത് കുത്തിയെടുത്ത് കൊണ്ടുപോകുന്ന ആ ഒരു മീനിലായിരിക്കും. ഷുവർ അല്ലേ? വേറെ ഒന്നിലേക്കും അതിന്റെ കോൺസെൻട്രേഷൻ പോവില്ല. അതേപോലെ ആയിരിക്കണം. നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രോബ്ലംസ് വരാം, ഒരുപാട് സ്ട്രഗ്ലിംഗ് പീരീഡ്സ് വരാം. പക്ഷെ അതൊന്നും നമുക്ക് എന്താവരുത്? നെഗറ്റീവ് ആവരുത്. നമ്മൾ അതിനെയൊക്കെ മറികടക്കാൻ പറ്റുന്നുള്ള ഒരു മൈൻഡ് സെറ്റ് അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഓരോ നെഗറ്റീവും നമുക്കുള്ള പോസിറ്റീവായിട്ട് നമ്മൾ കാണാം. നമുക്ക് ഒരുപാട് നെഗറ്റീവ്സ് വരാം ഡെയിലി ലൈഫിൽ, കാരണം അതൊരു സ്വാഭാവികമാണ്. ഡെയിലി ലൈഫിൽ നെഗറ്റീവ്സ് ഇല്ലെങ്കിൽ എപ്പോഴും പോസിറ്റീവായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയൊന്നും ഉണ്ടാവില്ല, ചുരുക്കമായിരിക്കും. അവിടെ പണത്തിന്റെ മുകളിലുള്ള പോസിറ്റീവ് സൈഡും അങ്ങനെയൊക്കെ. പക്ഷെ എന്ത് പണം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു മനുഷ്യന് എല്ലാം ഉണ്ട്, അല്ലെ? നെഗറ്റീവ് സൈഡും ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. അപ്പൊ നെഗറ്റീവ് ആകുമ്പോൾ ആ നെഗറ്റീവിന് എന്താക്കാൻ പറ്റണം? അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് പോസിറ്റീവ് ആക്കാൻ പറ്റും. അതാക്കാൻ പറ്റിയ ഒരു വ്യക്തിക്ക് എന്തായാലും തീർച്ചയായിട്ടും എന്താക്കാൻ പറ്റും? വിജയിച്ചു പോകാൻ പറ്റുന്നതാണ്.
അപ്പൊ നമ്മുടെ മുന്നിൽ ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാരണം, ഒരു നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ നെഗറ്റീവിലൂടെയാണ് എനിക്ക് സഞ്ചരിക്കാൻ ഇഷ്ടം. എന്തുകൊണ്ടാ അത്? കാരണം കിട്ടി 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 അതിപ്പം എന്റെ ഉള്ളിൽ എനിക്ക് അതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം ഫാമിലിയിൽ നിന്ന് കംപ്ലീറ്റ് കിട്ടുന്നത് ഈ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. എപ്പോഴും നെഗറ്റീവേ പറയും. അപ്പൊ ആ നെഗറ്റീവ് ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ഡൗൺ ആവും. ആരും നെഗറ്റീവ് പറയുന്നില്ലല്ലോ എന്നൊരു ചിന്തയായിരിക്കും. പക്ഷെ പോസിറ്റീവ് ഒരാൾ തന്നു കഴിഞ്ഞാൽ ആ നമ്മൾ എന്താവും, നമ്മൾ മെല്ലെ മെല്ലെ മടിയന്മാരായിട്ട് മാറും. ഇന്ന് എല്ലാവരും നല്ലതല്ലേ പറയുന്നുള്ളൂ, എന്റെ ബിസിനസ്സിന് അതല്ലേ വേണം, അപ്പം മെല്ലെ മെല്ലെ പോകും. പക്ഷെ ഒരു നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്ത് അത് പോസിറ്റീവ് ആക്കിയിട്ട് അവരുടെ മുന്നിൽ നിന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായി കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ എന്താ പറയാ, ഈഗിളിന്റെ ആ ഒരു ലെവലിൽ നമ്മൾ പോവാ. അപ്പൊ നമ്മുടെ വിഷൻ എപ്പോഴും എന്തായിരിക്കണം, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒരു ഡെസ്റ്റിനേഷൻ എന്താണോ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്, ആ ഒരു ഗോളിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റു പിടിക്കുന്നത് വരെ മുന്നിൽ വരുന്ന എല്ലാ ഡിസ്ട്രാക്ഷൻസിനെയും ഇഗ്നോർ ചെയ്യുക. അതിൽ കൂടുതലൊന്നും നിങ്ങൾ അതിനെ എന്താക്കരുത്, ചിന്തിക്കരുത്. അതിന്റെ മുമ്പിൽ ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ചലഞ്ചസ് വരും, ഒരുപാട് നെഗറ്റീവ് പീപ്പിൾസ് വരും, നെഗറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാവും, ഒരുപാട് അല്ലെ, ഒരുപാട് ചലഞ്ചസ് നമുക്ക് വന്നുകൊണ്ടിരിക്കും. ആ ചലഞ്ചസിനെ ഒക്കെ ഓവർകം ചെയ്തിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. സ്ട്രോങ് ആയിക്കഴിഞ്ഞാൽ ഒരാളും ഉണ്ടാവില്ല, ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന ലെവലിൽ പോകണം. കാരണം ഞാൻ കൊണ്ടുപോകുന്ന എന്റെ കാര്യം, എന്റെ പാത്ത് അത് ക്ലിയർ ആണ്. ക്ലിയർ വിഷനിലൂടെ മാത്രമാണ് ഞാൻ സഞ്ചരിക്കുന്നത്. അതിൽ ഒരുപാട് നെഗറ്റീവ് പുറത്തെന്ന് പറയാം, കാരണം ആ ഒരു വിഷനിൽ അവർ എത്തിയിട്ടില്ലാത്തതുകൊണ്ടാണ് നെഗറ്റീവ്സ് വരുന്നത്. പക്ഷെ ആ വിഷനിൽ എത്തിയ ആൾക്കാർ നമ്മുടെ കൂടെ എന്തായാലും ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാ, ആ വിഷനെ ഫോക്കസ് ചെയ്ത് എന്ത് ചലഞ്ചസ് വന്നാലും അതിനൊക്കെ കാറ്റ് അല്ലെ തരണം ചെയ്തിട്ട് പോയി. ഇപ്പൊ ഈഗിളിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വലിയൊരു കൊടുങ്കാറ്റ് വരുന്ന സമയത്തും ഈഗിള് താഴോട്ടേക്കല്ല ചലിക്കുക, ഈഗിൾ അത് മുകളിലേക്കാ പോവാ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈഗിളിന്റെ സ്പെഷ്യാലിറ്റിയാണ്. ഞാൻ പറഞ്ഞു മറ്റുള്ള പറവകളെക്കാളും ഉയർന്ന് പറക്കാൻ കഴിവുള്ള ഈഗിൾ ആണെങ്കിലും ഒരു കൊടുങ്കാറ്റൊക്കെ വരുന്ന സമയത്ത് മറ്റുള്ള പറവകൾക്കുള്ള ശക്തി കുറയും, പറക്കാനുള്ള ശക്തി കുറയാണ്. പക്ഷെ ഈഗിൾ അതിനെ ഓവർകം ചെയ്തിട്ട് അതിന്റെ മുകളിലേക്കാണ് പോകുന്നത്. എന്തുകൊണ്ടാണ്? ആ ഒരു മൈൻഡ് സെറ്റ്, ആ ഒരു ഫോക്കസ്, എന്തിനെയോ ഫോക്കസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് കൊടുങ്കാറ്റ് വന്നാലും അതിന്റെ ഡെസ്റ്റിനേഷൻ എവിടെയാണ് അത് അതിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അവിടെ ഒരു കൊടുങ്കാറ്റിനെയും അതിനെ വീഴ്ത്താനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്നുള്ള ചിന്തയിൽ പോകുന്ന ഒരു ഷാർപ്പ് വിഷനോടുകൂടിയുള്ള ഒരു പക്ഷിയാണ് ഈഗിൾ എന്ന് പറയുന്നത്. അതേപോലെ ആയിരിക്കണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഫ്ലൈ ഹൈ, അത് മാത്രം, അതിന്റെ താഴത്തേക്ക് നമ്മൾ ചിന്തിക്കുകയേ ചെയ്യരുത്. അങ്ങനെ നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പോകുന്നത് എപ്പോഴും എന്തായിരിക്കും, നല്ലൊരു പോസിറ്റീവ് സൈഡിലൂടെ നമുക്ക് പോകാൻ പറ്റും അല്ലെ. പിന്നെ പ്രൊട്ടക്ട് യുവർ സ്പേസ്, ഈഗിൾ ചൂസ് ഹൈ സേഫ് പ്ലേസ് അല്ലെ. എന്താണ്, ഈഗിൾ എപ്പോഴും തന്റെ സേഫ് പ്ലേസ്, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. കാരണം മറ്റുള്ള പറവകളെക്കാളും മുകളിലേക്ക് പോകുമ്പോൾ ഒരു സേഫ് പ്ലേസിലൂടെ മാത്രമേ ഈഗിൾ പറയും. കാരണം ഈഗിൾ പോകുന്ന സറൗണ്ടിങ്സ് കംപ്ലീറ്റ് സേഫ് ആയിരിക്കും, അല്ലാത്തടത്തൊന്നും ഈഗിളിനെ കാണൂല. ഒരു നെഗറ്റീവുള്ള ആൾക്കാരുണ്ടാവുമ്പോൾ അവരുടെ കൂടെ നമ്മൾ നിൽക്കരുത്, നമ്മൾ മാറിയേക്കണം. നമ്മുടെ കൂടെ, അതായത് നമ്മുടെ അതേ മൈൻഡ് സെറ്റിൽ പോകുന്ന ആൾക്കാരുടെ കൂടെ നടക്കാൻ ശ്രമിക്കുക. നമ്മളിപ്പം ഒരു ഫ്രണ്ട്ഷിപ്പ് സോണാന്ന് വിചാരിക്കുക, അതിൽ 2-3 ആൾക്കാർ പോസിറ്റീവും ബാക്കി കംപ്ലീറ്റ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അവരുടെ കൂടെ തന്നെ നടക്കും. ഉറപ്പായിട്ടും അങ്ങനെ നടന്നു കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് എന്താവും, ഉള്ളെല്ലാം പോസിറ്റീവും നെഗറ്റീവായിട്ട് കംപ്ലീറ്റ് ആ ക്രൂ എന്താവും, നെഗറ്റീവ് എന്താ പറയാ മെന്റാലിറ്റിയിൽ പോകുന്ന ആൾക്കാരായിരിക്കും. കാരണം ഒരു പോസിറ്റീവിനെ നെഗറ്റീവ് ആക്കാൻ ഒരാൾക്ക് പെട്ടെന്ന് പറ്റും അല്ലെ. പക്ഷെ ഒരു നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കി മാറ്റാൻ എന്താണ്, ഒരുപാട് പാടുപെടണം അല്ലെ. അതിപ്പോ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും, എന്താണ്, ഇവിടെ എന്ത് നടന്നാലും ഒരു നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങൾ അത് വളരെ ഫാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യും. പക്ഷെ ഒരാളിൽ ഒരു പോസിറ്റീവ് കണ്ടാലോ അത് ആരോടും പറയില്ല. കാരണം എന്താ, ഒരുത്തൻ മറ്റൊരുത്തനോട് വേറൊരുത്തൻ എന്താക്കില്ല, നല്ലത് പറയില്ല, കുറ്റങ്ങൾ മാത്രമേ പറയൂ. അതൊരു നമ്മുടെ ഒരു എന്താ പറയാ ലൈഫ് ജേണിയാണ്. സോ എന്ത് ചെയ്യാ, നെഗറ്റീവ്സ് നിന്ന് മാറി നിൽക്കുക. നമ്മുടെ അതിനെന്ത് വേണം, നമ്മുടെ എനർജി, മാക്സിമം എനർജി വർക്ക്ഔട്ട് ചെയ്യുക. എന്താണ് ഞാൻ നെക്സ്റ്റ് ഫെർദർ ആയിട്ട് ചെയ്യേണ്ടത്, അതുപോലെ നമ്മുടെ മൈൻഡ് സെറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സംഭവമാണ്. നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങോട്ടാണ്, നമ്മുടെ വിഷനിലേക്കായിരിക്കണം. ഞാൻ ഇത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് നിങ്ങളുടെ ബ്രെയിനിൽ ഇത് ഫീഡ് ആവാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളിൽ ഒരുപാട് ആൾക്കാർ, ഇപ്പൊ നമ്മുടെ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഡിഫറെന്റ് ആയിരിക്കും. കാരണം 1-2 പേർക്ക് പ്ലാൻ കൊടുത്തു, അതൊന്നും സക്സസ് ആവുന്നില്ല, അവരൊന്നും എന്നോട് കമ്മിറ്റഡ് ആവുന്നില്ല, നെഗറ്റീവ് മാത്രമാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഈ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂടെ, നമ്മുടെ ടീമിൽ എത്ര പേരുണ്ട്. നമ്മൾ അത് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി. എന്തുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്, അവരുടെ മൈൻഡ് സെറ്റ് ഷാർപ്പ് വിഷനിലല്ലാത്തതുകൊണ്ടാണ്. അത് എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്, അത് ആരാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്, അതിന്റെ ഹെഡിൽ നിൽക്കുന്ന ലീഡേഴ്സ് ആയിരിക്കണം അത് ചെയ്തു തുടങ്ങുന്നത്. കാരണം നമ്മൾ കയറി വരുന്ന ഒരു വ്യക്തി എപ്പോഴും ചെറിയൊരു കുട്ടിയാണ്.
ഒരു LKG സ്റ്റുഡന്റ് ആണ്. അപ്പൊ നമ്മളായാൽ പോലും ഈവൺ ഒരു 5 6 ആ ഒരു ക്ലാസ്സിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. കാരണം അതിന് മുകളിലുള്ള ലീഡേഴ്സ് ഉണ്ടല്ലേ നമുക്ക്, നമ്മളൊന്ന് ഡൗൺ ആകുമ്പോൾ നമുക്ക് അവരുമായിട്ടൊന്ന് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അതേപോലെ നമ്മൾ എന്താ പറയാ, ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാരായിട്ട് കണക്ഷൻ കൊണ്ടുവരാം. നെഗറ്റീവ് സറൗണ്ടിങ്സ്, നെഗറ്റീവ് ആയിട്ടുള്ള പീപ്പിൾസ് മാറി നിന്ന് നമ്മൾ എപ്പോഴും കണക്ഷൻ കൊണ്ടുവരേണ്ടത് നമ്മളെക്കാളും ഉയരങ്ങളിൽ ചിന്തിക്കുന്ന, നമ്മളെക്കാളും സക്സസ് ജേർണി ക്രിയേറ്റ് ചെയ്യുന്ന, ആഗ്രഹിക്കുന്ന നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരിലായിരിക്കണം. അങ്ങനെയാകുമ്പോൾ എന്താവും, നമ്മുടെ സ്പേസ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും അല്ലെ. നമ്മുടെ സ്പേസ് പ്രൊട്ടക്ട്, നമ്മൾ താഴത്തേക്ക് പോവില്ല, എപ്പോഴും ഗോ ഹൈ ഫ്ലൈ എന്ന് തന്നെ പറയേണ്ടി വരും. അതിന് ആ സമയത്ത് നമുക്ക് നല്ലൊരു എനർജി കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ. പിന്നെ ലീഡ് വിത്ത് കറേജ്. ഈഗിൾ ട്രെയിൻ ദെയർ യങ് ടു ബി സ്ട്രോങ്. എന്താണ്, ഈഗിള് എപ്പോഴും സ്ട്രോങ് ആയിരിക്കും. കാരണം മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ഈഗിളിന്റെ മൈൻഡ് സെറ്റ് എപ്പോഴും എന്തായിരിക്കും, ലോങ് വിഷൻ ആണ്. അത് എവിടെയാണോ എത്തേണ്ടത് അതിനെ മാത്രമേ ഫോക്കസ് ചെയ്യും. നമ്മുടെ സറൗണ്ടിങ്സിൽ എന്തുണ്ടാവും, ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാവും. പക്ഷെ അവിടെയും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, നമ്മൾ സ്ട്രോങ് ആണ്. അപ്പൊ നമ്മൾ കൊണ്ടുവരുന്ന വ്യക്തികൾ എന്തായിരിക്കണം, അതിനേക്കാൾ സ്ട്രോങ് ആണ്. അതിനെന്ത് വേണം, ഒരു ലീഡർ എക്സാമ്പിൾ ആവേണ്ടത് ഫോളോവർ ആയിട്ടാണോ ലീഡർ ആയിട്ടാണോ, അത് നമ്മളൊന്ന് ചിന്തിക്കാം. നമ്മൾ മറ്റൊരാളുടെ മുന്നിൽ ഒരിക്കലും ഫോളോവർ ആവരുത്. ഒരു ലീഡർ എന്ന് പറയുന്നത് ബിക്കം എ ലീഡർഷിപ്പ്. ഓക്കെ, നമ്മളൊരു ലീഡർ ആവാം, മറ്റുള്ളവരെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരും. ഒരിക്കലും ഒരു ലീഡർ ഫോളോവർ ആവരുത്. എന്നെ കണ്ടു പഠിക്കുക എന്ന് പറയുന്ന ഒരു ലീഡർ ആയിട്ട് ആരും മുന്നിൽ നിൽക്കാതിരിക്കുക. ഓക്കെ, എപ്പോഴും ഫോളോവർ ആയിട്ട് മുന്നിൽ നിൽക്കാതിരിക്കുക. എന്ത് ചെയ്യണം, ലീഡർ ആവും. എങ്ങനെ ഒരാൾ ലീഡർ ആവുക, ഞാൻ ഈ പറഞ്ഞ പോലെ മൈൻഡ് സെറ്റ് ഫോക്കസ് ചെയ്യുക, നമ്മള് വിഷൻ ക്രിയേറ്റ് ചെയ്യുക, ആ ഗോൾ സെറ്റ് ചെയ്യുക, ആ ഗോളിലേക്ക് നമ്മൾ പോവാം. നമ്മുടെ കൈപിടിച്ച് വരുന്ന ഓരോ വ്യക്തികളെയും ആ ഗോളിലേക്ക് കൊണ്ടുപോവാം. അതിന് എന്ത് വേണം, അവരെ A to Z കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കണം. എന്താണ് വിഷൻ എന്നും എന്താണ് മിഷൻ എന്നും അവർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ എന്ത് വേണം, അവർ ആ ഒരു ഫോക്കസിലേക്ക് എത്തിക്കാൻ വേണ്ടി അവരുടെ കൂടെ നിന്ന് നമ്മളും നടക്കുക. അവർ ആ ഒരു ലീഡർഷിപ്പിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ എന്നെ കണ്ട് പഠിക്കും, ഞാൻ എന്നെ ഫോളോ ചെയ്താൽ മതി എന്നും പറഞ്ഞു നടക്കും. നമ്മളിപ്പോ പൊതുവെ എല്ലാവരും ഫോളോ മീ എന്ന് പറയും അല്ലെ, എന്റെ കൂടെ വാ നമുക്ക് ഡെസ്റ്റിനേഷനിലേക്ക് പോവാം, നമ്മൾ സാധാരണ ലെവലിൽ പറയുന്നതാണ്. ആ ഒരു ലെവലിലാണ് നമ്മൾ ലീഡർഷിപ്പിൽ നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും ആ ഒരു ടീമിൽ എന്തുണ്ടാവില്ല, സക്സസ് എന്ന് പറയുന്ന ഒരു ജേർണി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ആ ഒരു ട്രെയിനിൽ നിന്ന് പാതി വഴിയിൽ നിന്ന് ജനങ്ങൾ ഇറങ്ങിപ്പോവും. നമ്മൾ ഒരിക്കലും ഫോളോവർ ആവരുത്, നമ്മൾ എപ്പോഴും ലീഡർ ആവണം അല്ലെ. നമ്മൾ ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന മൈൻഡ് സെറ്റോട് കൂടിയുള്ള ലീഡർ ആവാൻ ശ്രമിക്കുക. അതിന് എന്ത് വേണം, അവരെ പഠിക്കണം, അവരെ പഠിപ്പിക്കണം. മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി കൂടി അവരെ പഠിപ്പിക്കണം അല്ലെ. നമ്മൾ അവരെ പഠിക്കുക. ആദ്യം നമ്മൾ നമ്മുടെ കൂടെ ഒരു വ്യക്തി വന്ന അദ്ദേഹത്തെ പഠിക്കാൻ ശ്രമിക്കുക. അദ്ദേഹം എങ്ങനെയാണ്, എന്താണ് അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റ്, അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ, അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയുക, അവരുമായിട്ട് അത്രയും ക്ലോസ് ആവണം നമ്മൾ. എന്തിനാ അത്, അവരുടെ പ്രശ്നങ്ങളെയും അവരുടെ ആഗ്രഹങ്ങളെയും നമ്മൾ വിലയിരുത്തി മനസ്സിലാക്കി അവരുടെ ട്രാക്ക് നമ്മളാണ് വരച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ അവരൊറ്റയ്ക്ക് വരക്കും, എന്നെ ഫോളോ ചെയ്താൽ മതി, നിങ്ങൾ ഇതിലേ വന്നാൽ മതി എന്ന് പറയുന്നില്ല. അവരുടെ കൂടെ കൈപിടിച്ച് നടന്ന് അവർക്കൊരു ട്രാക്ക്, അവർക്കൊരു പാത്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ലീഡർ എപ്പോഴും എങ്ങനെയാ ബിൽഡ് ലീഡേഴ്സിനെയാണ്. കാരണം ഒരു ലീഡറിന്റെ അണ്ടറിൽ ഒരുപാട് ലീഡേഴ്സിനെ കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റി. നമ്മൾ എന്താണ് മാക്സിമം, ഞാൻ പറയും ഇതിൽ നിന്ന് വിജയിച്ചു അല്ലെ. ഞാൻ എന്നൊരു വ്യക്തി മാത്രം ഒരു ടീമിനെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരിക്കലും ഞാൻ അവിടെ വിജയിക്കുന്നില്ല, ഞാൻ മാത്രമാണ് വിജയിക്കുന്നത്. എന്നെ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു ടീം എന്റെ കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ ഒരു വിജയമല്ല. അത് പാതി വഴിയിൽ വെച്ച് ആ ഫോളോയിങ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ആ ഒരു ടീമും കാര്യങ്ങളൊക്കെ. പകരം ഞാനൊരു ലീഡറായി നിന്ന് എന്റെ താഴത്ത് എന്നെ പോലത്തെ, എന്നെക്കാളും കഴിവുള്ള, ക്രിയേറ്റിവിറ്റി ഉള്ള ഒരുപാട് ലീഡേഴ്സിനെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാല് അവിടെ ഞാൻ സക്സസ് ആയി. 100% എന്റെ ടീം സക്സസ് ആയി എന്ന് വിശ്വസിക്കാൻ പറ്റും. മീൻസ് ഞാൻ എന്ന് പറയുന്നത് ഞാൻ ഒരു എക്സാമ്പിൾ ആക്കി പറയാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ താഴത്ത് ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം. ആ ലീഡേഴ്സിന്റെ മൈൻഡ് സെറ്റ് എന്ത് ചെയ്യണം, നമ്മൾ മാറ്റി കൊടുക്കണം. കാരണം ഇതുവരെ ഉള്ളത് എന്താണോ എന്നുള്ളതല്ല, നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ അവരുടെ മൈൻഡ് സെറ്റ് എപ്പോഴും പോസിറ്റീവ് മാത്രമായിരിക്കണം. നെഗറ്റീവ് ഒരുപാട് വരും. കാരണം ഇപ്പൊ നമ്മളൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മളെല്ലാവരും അനുഭവിക്കുന്നതാണ് അല്ലെ നെഗറ്റീവ് സൈഡ്സ്. അതെല്ലാവരും ഇവിടെ നിൽക്കുന്ന ഫാസ്റ്റ് ട്രാക്ക് മുതൽ ഇന്നലെ കയറി വന്ന ആൾക്കാർക്ക് പോലും അതുണ്ടാവും. പക്ഷെ ആ നെഗറ്റീവിന് ഓവർകം ചെയ്തിട്ട് അതിനെ ഒരു പോസിറ്റീവിലേക്ക് മാറ്റി, അതായത് ഈ പറയുന്നതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, ഞാൻ എന്റെ ഫോക്കസിലൂടെ എന്റെ വിഷനിലൂടെ മാത്രം പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, എനിക്കൊരു ഗോൾ ഉണ്ട്, അത് ഞാൻ എത്തിപ്പെടുക തന്നെ ചെയ്യും എന്ന് വിശ്വസിച്ച് ആ ഒരു ഡെസ്റ്റിനേഷൻ മാത്രം കവർ ചെയ്ത് പോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതേപോലെ നമ്മൾ കൊണ്ടുവരുന്ന ഓരോ വ്യക്തികളെയും ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി കൈപിടിച്ച് നടത്തി അവരെയും നമ്മളെക്കാളും നല്ലൊരു ലീഡർ ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ ഈഗിൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തന്നല്ലോ അല്ലെ, അതിന്റെ താഴത്ത് അതിന്റെ കുഞ്ഞുങ്ങളെ പോലും ആ ഒരു യങ്ങസ്റ്റ് പീരീഡിൽ പോലും സ്ട്രോങ് ആക്കി മാറ്റുകയാണ്.
മീൻസ് അതൊരു ചെറിയ പരുന്താണെങ്കിൽ പോലും അതിനും ആ ഒരു സ്ട്രോങ് ഉണ്ടാവും. ഒരിക്കലും പരുന്തിൻ കുഞ്ഞ് കാക്കക്കുഞ്ഞിനെ പോലെ ആയിരിക്കില്ല. പരുന്തിന്റെ കുഞ്ഞ് പരുന്തിനെ പോലെ മാത്രമേ ചിന്തിക്കുള്ളൂ. ലോങ് വിഷൻ ഉണ്ടാവും. അപ്പൊ അതേപോലെ ആയിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മൾ കൊണ്ടുവരുന്ന നമ്മുടെ കുട്ടികൾ. പിന്നെ കീപ് ഗ്രോയിങ്, ഈഗിൾസ് റിന്യൂ ദംസെൽസ് ഫോർ എ ന്യൂ സ്ട്രെങ്ത് അല്ലെ. നമ്മൾ മുന്നോട്ട് പോവാം. അവിടെ എന്തൊക്കെ വരും, നമ്മുടെ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരണം. ഇന്നലകൾ വരെ നമ്മൾ എന്താണോ എന്നുള്ളതല്ല, ഇന്ന് മുതൽ നമ്മൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്നലെ എന്തും ആയിക്കോട്ടെ. ഇന്നലെ ഇപ്പൊ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നതിന് മുൻപ് ഞാൻ ഇങ്ങനെയൊന്നല്ല. ഞാൻ ഇപ്പൊ കുറച്ച് ജസ്റ്റ് ഒരു ബ്രീഫ് പറഞ്ഞു. ഇങ്ങനെയൊന്നല്ല, ഒരു ഫാമിലിക്ക് വേണ്ടി മാത്രം ജീവിച്ച് എന്റെ കരിയർ മറന്നുപോയ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തി, ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ വാല്യൂ പഠിച്ചതിന് ശേഷം ഞാൻ എന്താണ് എന്നുള്ളത് എനിക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതേപോലെ ആയിരിക്കണം എല്ലാവരും. ഇന്നലകളെ നമ്മൾ മറക്കുക, ഇന്നലകളെ കംപ്ലീറ്റ് മറക്കണം. ഇന്നലകൾ ഒരുപാട് പ്രശ്നങ്ങളായിരിക്കാം, ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഇന്ന് മുതൽ അതൊന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ എന്തായിരിക്കണം, നമ്മളൊരു സ്ട്രോങ് ബോണ്ടിൽ മുന്നോട്ട് പോകണം. ന്യൂ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരണം. ദാറ്റ് മീൻസ് ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ആസ് എ ലീഡർ എങ്ങനെ ആയിരിക്കണം, നമ്മളെ ഒരുപാട് പേരല്ലേ ഇമിറ്റേറ്റ് ചെയ്യണം, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളെ മുന്നിൽ നമ്മൾ കാണുന്ന നമ്മുടെ വിഷൻ, അവര് കാണുമ്പോൾ നമ്മുടെ ഓക്കെ ആവണമെങ്കിൽ എന്ത് വേണം, നമ്മുടെ ഡിസിപ്ലിൻ, നമ്മുടെ കംപ്ലീറ്റ് കരിയർ മാറ്റണം. നമ്മൾ സ്വഭാവം മാറ്റണം. ഒരുപാട് മാറ്റങ്ങൾ. മീൻസ് ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ആയിട്ട് ചൂടാവുന്ന ആൾക്കാർ, ഞാൻ എന്നെ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം, ഞാൻ വേഗം ചൂടാവും. എന്നോട് ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് തിരിച്ചു പറയാതെ എനിക്കൊരു സ്വസ്ഥത കിട്ടൂല. ഇങ്ങനെ ഒരാളാണ് ഇതിൽ വരുന്ന കുറച്ച് മുൻപ് വരെ. ഞാൻ ആ സ്പോട്ടിൽ റിയാക്ട് ചെയ്യും. പക്ഷെ ഇന്ന് ആ റിയാക്ഷൻ ഇല്ല. കാരണം പഠിച്ചു, ഈ ഒരു എംപവറിൽ വന്നിട്ട് സത്യം പറഞ്ഞാൽ ആ റിയാക്ഷൻ ഒഴിവായത്. കാരണം ആരെന്ത് പറഞ്ഞാലും എന്ത് ഫേസ് ചെയ്താലും ഒരു ചിരിയിൽ മാത്രമാണ് റിപ്ലൈ കൊടുക്കുക. കാരണം എന്താ, അങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ തിരിച്ചു റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിയാക്ട് ചെയ്യാൻ വീണ്ടും അവര് ശ്രമിക്കും. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം സത്യം എനിക്ക് ഭയങ്കരമായിട്ടാണ് അതെന്റെ ഫാമിലി എന്നോട് പറയുന്ന കാര്യം, എന്തൊരു ചേഞ്ചാണ് നിനക്ക് വന്നേന്നുള്ളത്. ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യും, ആരോട് റിയാക്ട് ചെയ്യും. അപ്പൊ അതിന് എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അഹങ്കാരമാണ്. മീൻസ് ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ എന്നോട് പറയുന്നവരാണ് നിനക്ക് അഹങ്കാരമാണ്. പക്ഷെ അതൊരു അഹങ്കാരമല്ല. ആ ഒരു എന്താ പറയാ, ഞാൻ ആ പോയ ജേണി അങ്ങനെയാണ്. ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. എന്നോട് ആരെന്ത് പറഞ്ഞാലും അതിനെ ഒബേ ചെയ്തിട്ടേ ഞാൻ സംസാരിക്കുള്ളൂ. അതേപോലെ ആ ഒരു ചിന്താഗതി മാറ്റി ഇന്ന് ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു ഡിസിപ്ലിൻ ഉണ്ട്, അത് കീപ്പ് ചെയ്തിട്ട് മാത്രം പോവാം. എനിക്ക് മീൻസ് ഞാനായിട്ട് സങ്കല്പിച്ചു പറയാണ്, നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ട്. എനിക്ക് എന്നാണ് കൂടുതൽ എന്റെ കയ്യിൽ നിന്ന് വരാം, സോറി. നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ട് അല്ലെ. ഇതിൽ കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം. മീൻസ് നമ്മളൊരാൾ കണ്ട ഇഷ്ടപ്പെടണം. അത് ലീഡർഷിപ്പ് ആയാലും ഈ ഒരു ബിസിനസ് ചെയ്യുന്ന കാര്യത്തിൽ എന്തായാലും നമുക്ക് ഒരുപാട് സ്ട്രഗ്ലിംഗ് വരും. കൂടെ നിൽക്കുന്ന ആൾക്കാർ വരെ നമ്മൾ എന്ത് ചെയ്യും, പുറകിൽ നിന്ന് ചവിട്ടാനുണ്ടാവും. പക്ഷെ നമ്മൾ ആ ഡിസിപ്ലിനിൽ പോവാം. ഒരു ആൻസറും അവിടെ കൊടുക്കരുത്, ഒന്നും കൊടുക്കാതെ. മീൻസ് കൂടെ കൈപിടിച്ച് നടക്കുന്നുണ്ടാവും കുറെ ആൾക്കാർ, പക്ഷെ എന്താ പുറകിൽ നിന്ന് ചവിട്ടായിരിക്കും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബാക്കിൽ നിന്ന് നമുക്ക് പണി തരുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ ചുറ്റും ഉണ്ടാവുക. അതെപ്പോഴും ഓർക്കുക. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളിൽ മാത്രം കൂടുതൽ വിശ്വസിക്കുക. നമ്മുടെ എപ്പോഴും നല്ലൊരു ഫ്രണ്ട് നമ്മൾ മാത്രമാണ്. എല്ലാവരും പറയണ്ട എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ഇപ്പൊ ഞാനും പറയുന്ന എനിക്ക് ഒരുപാട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ എപ്പോഴും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ തന്നെയാണ്. നമ്മൾ സെൽഫായിട്ടായിരിക്കണം. കാരണം എന്താ, ഒരു ബെസ്റ്റ് ഫ്രണ്ടും എല്ലാ ടൈമിലും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. പുറകിൽ നിന്ന് ചവിട്ടാൻ കിട്ടിയ ചാൻസ് ഒരാൾ പോലും മിസ്സാക്കില്ല അല്ലെ. എന്തായാലും അത് കിട്ടും, അത് കിട്ടണം. കാരണം അതാണ് നമ്മുടെ മെന്റാലിറ്റി. അപ്പൊ എന്ത് ചെയ്യാം, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എപ്പോഴും നമ്മളാണ്. നമ്മുടെ ഹാബിറ്റ് മാറ്റുക. അതായത് ഇന്നലെ വരെ നമ്മൾ എന്താണോ എന്നുള്ളതല്ല, ഇന്ന് മുതൽ നമ്മൾ എന്താണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ എന്തൊക്കെയാണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത് നമ്മുടെ ലൈഫിൽ, ഡിസിപ്ലിൻ എങ്ങനെയൊക്കെ കീപ്പ് ചെയ്യണം, അവിടെ എന്തൊക്കെ മൈൻഡ് സെറ്റിൽ ഡിഫറൻസ് കൊണ്ടുവരണം. മീൻസ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തി. ഇപ്പം എംപവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കോൺഫോർജ് എന്ന് പറഞ്ഞ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. ഇവിടെ നമ്മൾ പഴയ ഡ്രസ് കോഡും കാര്യങ്ങളും ഇട്ട് വന്ന് നിന്നപ്പോൾ നമ്മുടെ ലീഡേഴ്സ് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലേ, പൊട്ടിയ വാച്ചും പൊട്ടിയ ഫോണും കൊണ്ടുപോയിട്ട് ഒരാൾക്ക് പ്ലാൻ കൊടുക്കുന്ന സമയം നമ്മൾ അവിടെ സക്സസ് ആവില്ല. കാരണം എന്താ, നമ്മുടെ ഹാബിറ്റ് മാറുന്നില്ലല്ലോ. നമ്മൾ എത്ര വലിയ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് കിട്ടിയെന്ന് പറഞ്ഞാലും നമ്മുടെ മൈൻഡ് സെറ്റ് ഇപ്പോഴും പഴയ മൈൻഡ് സെറ്റാണ്. എന്താ, പൊട്ടിയ വാച്ചും പൊട്ടിയ ഫോണും. അത് മാറ്റുക. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഐഫോൺ 17 Pro Max എടുക്കാൻ വേണ്ടി നോക്കുക. അത് നമ്മുടെ മൈൻഡ് സെറ്റിന്റെ എന്താ പറയാ ഹൈ ലെവലിലേക്കാണ് അല്ലെ. നമ്മളെപ്പോഴും എന്തായിരിക്കണം, ഒന്ന് മുകളിലേക്ക് ചിന്തിക്കുക. പരുന്തിനെ പോലെ എപ്പോഴും ഒരു മിഷൻ മുകളിലായിരിക്കണം. ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന ഫോണ്, ലാപ്ടോപ്പ്, നമുക്ക് ഈ ബിസിനസ്സിൽ എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ ആയിരിക്കണം നമ്മുടെ മൈൻഡ് സെറ്റ്. വലിയൊരു കാർ ബ്രാൻഡ്, എന്താ പറയാ, നോർമൽ കാറെല്ലാം ഒഴിവാക്കി കുറച്ചുകൂടെ മാറ്റി ചിന്തിക്കുക. നമ്മുടെ ചിന്താഗതികൾ എപ്പോഴും ഹൈബ്രിഡ് ആവാൻ വേണ്ടി ശ്രമിക്കുക. ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുക. ടീമിലും നല്ലൊരു ഡിസിപ്ലിൻ കൊണ്ടുവരിക. എല്ലാവർക്കും നമ്മളെ കണ്ട ഒരാൾക്ക് ഇഷ്ടപ്പെടണം. നമ്മുടെ സ്വഭാവത്തിലായാലും നമ്മുടെ ഡ്രസ് കോഡിലായാലും നമ്മുടെ മൈൻഡ് സെറ്റ് ആയാലും നമ്മുടെ സംസാര രീതി പോലും ഇഷ്ടപ്പെടണം.
അല്ലേ? നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ ഒരാൾക്ക് ഒരു പ്ലാൻ കൊടുക്കുകയാണ്. പ്ലാൻ കൊടുക്കുന്ന സമയത്ത് അവർ ആദ്യം നോക്കുക പ്ലാൻ അല്ല. അത് നമ്മൾ എപ്പോഴും നമുക്ക് അറിയുന്ന കാര്യമാണ്. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, കാരണം ഞാൻ ഡിജിറ്റലി ആണ് പ്ലാൻ കൊടുക്കുന്നതാണ്. ബാക്കി എന്റെ മുന്നിലിരിക്കുന്ന മുക്കാൽ ഭാഗം ആൾക്കാർ ഫിസിക്കൽ കൊടുക്കുന്ന ആൾക്കാരാണ്. നമ്മളെ ഡ്രസ് കോഡ് നോക്കും. നമ്മുടെ അവരെ മുന്നിലേക്ക് കയറി വരുമ്പോൾ അവർ ആദ്യം നോക്കുക നമ്മുടെ ഡ്രസ് കോഡാണ്. ഓക്കെ, പിന്നെ ഫിസിക്കൽ അപ്പിയറൻസ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അവർ നോക്കുക എന്താ, നമ്മളെ വായിന്ന് വരുന്ന സംസാരമാണ്, നമ്മുടെ ഫോക്കസ് ആണ്. അല്ലേ? നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരാൾ നമ്മളെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. അയാൾ എങ്ങനെയാണ്, എന്താണ് ഈ ഒരു വലിയ പ്രൊജക്ട് പറയുന്നതിന് മുൻപ് നമ്മൾ അവർ വിലയിരുത്തിയിട്ടുണ്ടാവും. നേരെ മറിച്ച് ഈ ഒരു PPT ഫയല് പൊട്ടിയ ഫോണിലൂടെ ഷെയർ ചെയ്യാണെന്ന് വിചാരിക്കുക. അയാൾ ഉള്ളിൽ നിന്ന് ചില ആൾക്കാർ മുഖത്തൊക്കെ ചോദിക്കും, ചില ആൾക്കാർ ഈ പൊട്ടിയ ഫോണും വെച്ചിട്ട് കോടിക്കണക്കിന് രൂപയുടെ പ്ലാനും കൊണ്ട് ഇവ വന്നേ എന്നൊരു ചോദ്യം അവരുടെ ഉള്ളിലെങ്കിലും വരും. അപ്പൊ എന്ത് ചെയ്യാം, കംപ്ലീറ്റ് നമ്മളെ ചേഞ്ച് ആക്കാം. ഇന്നലെ വരെയുള്ള ഹാബിറ്റ് ഒക്കെ അവിടെ കളയുക. ഇന്ന് മുതൽ പുതിയൊരു ലൈഫ് ജേണിയിലേക്ക് നമ്മൾ മാറുക. ഇനിയിപ്പോ ഇന്നലെ വരെ ഞാനിപ്പോ സംസാരിച്ചിട്ട് ഇതിൽ എത്ര പേര് ഇന്നലെ വരെ ഒരേ ലെവലിൽ പോകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അത് ഈ ഒരു സൂമിലൂടെ കളയാം. ഇന്നിതിപ്പോ ഈ ടൈം, ഈ ഒരു മിനിറ്റ്, ഈ ഒരു സെക്കൻഡിൽ നിങ്ങൾ മാറ്റി ചിന്തിക്കാം. ഹാബിറ്റ് ഒക്കെ പോട്ടെ, ഇന്ന് മുതൽ പുതിയ ഹാബിറ്റിലേക്ക് മാറാം. പുതിയ എന്താ പറയുക, സർക്കംസ്റ്റാൻസസ് ക്രിയേറ്റ് ചെയ്യുക, പുതിയ ഫ്രണ്ട് സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക. എല്ലാം പുതിയതായിരിക്കണം. മീൻസ് എല്ലാം എന്തായിരിക്കണം, ഹൈബ്രിഡ് ആയിരിക്കണം. നമ്മുടെ ചിന്താഗതി എപ്പോഴും ഹൈബ്രിഡിലേക്ക് മാത്രം കൊണ്ടുപോകാം. ലോക്കൽ എന്നുള്ള ഒരു ലെവലിൽ നിന്ന് മാറി നമ്മൾ എന്തിനാ ലോക്കൽ ആവുന്നല്ലേ? നമ്മുടെ കയ്യിലുള്ളത് കോയിൻഫോഴ്സ് എന്ന് പറഞ്ഞ ബിസിനസ് ആണ്. ആ ഒരു ബിസിനസ് പോകുന്നതും ആ ഒരു ലെവലിലാണ്, ടേക്ക് ഓഫിലേക്ക് പോവാണ് നമ്മൾ. അപ്പൊ എന്ത് ചെയ്യേണ്ടത്, നമ്മളെ ചിന്താഗതി എപ്പോഴും എന്താണ് മാറ്റണം. എവിടെയായാലും ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം. ഒരാളോട് മുന്നിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഡിസിപ്ലിനും വളരെ പ്രാധാന്യമുണ്ട്. അല്ലെ? നമ്മളെ മുന്നിൽ ഒരാൾ ഫയർ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരിച്ചു ഫയർ ചെയ്യാതെ ഒരു ചിരിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, അവരോട് റിയാക്ട് ചെയ്യുക, മെല്ലെ മെല്ലെ എന്ത് ചെയ്യുക, അതിനെ മറികടന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി മാക്സിമം നോക്കുക. ഓക്കെ, ഇനി ഈഗിളിന്റെ ക്വാളിറ്റിയും മൂവ്മെന്റ് ആപ്ലിക്കേഷനും. ഈഗിൾ എങ്ങനെയാ പറക്കുന്നത് ഞാൻ പറഞ്ഞു, ഹൈ ഫ്ലൈറ്റ് അല്ലെ? അത് ഫ്ലൈറ്റ്, ഹൈ ഫ്ലൈറ്റ്, അത് ദൂരം താണ്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇപ്പൊ ആരെങ്കിലും മേലെ ഈഗിൾ പറക്കുന്നത് ആ ഒരു സംഭവം കണ്ടിട്ടുണ്ടോ? ഞാൻ എപ്പോഴും അതിനെ വിഷൻ ചെയ്യുന്ന ഒരാളാണ്. കാരണം നല്ല രസമാണ്. അത്രയും മുകളിലാ പറക്കുക. അതിനെ എത്തിപ്പെടുക്കുക എന്നുള്ളത് കാക്കയ്ക്ക്, ഒരു പക്ഷികൾക്ക് പോലും ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. അത് തന്നെയല്ല അതിന്റെ സ്പെഷ്യാലിറ്റി. അതേപോലെ ആയിരിക്കണം നമ്മൾ കാണുന്ന നമ്മുടെ ഡ്രീം എന്ന് പറഞ്ഞ ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഡ്രീം ആയിരിക്കണം. ക്ലിയർ ആയിട്ടുള്ള വിഷൻ ഉണ്ടാവണം നമുക്ക്. നമ്മൾ എപ്പോഴും ഫ്ലൈ ചെയ്യേണ്ടത് ഹൈ ലെവലിൽ മാത്രമായിരിക്കണം. ഒരിക്കലും എന്താവരുത്, നോർമലുള്ള ആൾക്കാർ ഡ്രീം കാണുന്നവരെ കാണരുത്. നമ്മൾ നമ്മൾ ചെയ്യുന്ന കോൺഫോർജ് ആണ് എന്നും ഹൈ ലെവലിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ iPhone 17 മാക്സ്, 17 Pro മാക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിഷൻ ചെയ്യാൻ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, എടുക്കണം എന്ന് നല്ലൊരു ആഗ്രഹമുണ്ട്. എന്റെ ഗോളിൽ iPhone 17 Pro മാക്സ് ഉണ്ട്. അത് എടുക്കാൻ വെറുതെ പറയില്ല, അത് ആസ് ഏർലി ആസ് ഞാൻ അത് എടുക്കുകയും ചെയ്യും. കാരണം എന്താ, കോൺഫോർജ് ചെയ്യുന്നത്, പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? നമ്മുടെ കയ്യിലുള്ള ആ ഒരു ബിസിനസ് അല്ലേ, നമുക്കത് എടുക്കാമല്ലോ. അത് നമ്മളെ കൊണ്ട് സിമ്പിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആണ് iPhone 17 Pro മാക്സ് എന്ന് പറയുന്നത്. ഈ കോൺഫോർജിനെ കറക്റ്റ് ആയിട്ട് വിഷൻ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് iPhone 17 Pro മാക്സ് എന്താ സിമ്പിൾ ആണ്. കാരണം വരാൻ പോകുന്നത് നമ്മുടെ അടുത്ത പ്രൊജക്ടിന്റെ സെക്കൻഡ് വേർഷൻ ആണ്. ഓക്കെ, അതുപോലെ നമ്മുടെ വിഷൻ, അത് തന്നെയാണ് ഞാനിപ്പോ പറഞ്ഞത്, വിഷൻ ഷാർപ്പ് ആയിരിക്കണം. ഗോൾ സെറ്റ് ചെയ്തിട്ട് അത് എംബ്രാൻസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ, എംബ്രേസ് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകാൻ വേണ്ടി മാക്സിമം നോക്കുക. അല്ലെ? ആ ഗോളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. ചുറ്റിലും വരുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഒരുപാട് എന്താ പറയുക, കൊടുങ്കാറ്റ് പോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും വരും. കാരണം ഒരാള് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ തകർക്കാൻ ഒരാളുണ്ടാവും. അല്ലെ? പറയാറില്ല എന്താ, പഴുത്ത മാങ്ങയ്ക്ക് മാത്രമേ കല്ലേറുണ്ടാവുന്നു. എന്തുകൊണ്ടാ? പഴുക്കാത്ത മാങ്ങയ്ക്ക് മാങ്ങ ആർക്കും ആവശ്യമില്ലല്ലോ. ആ മാങ്ങയ്ക്ക് കല്ലെറിയുന്ന അതിനെന്തോ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് മാത്രമാണ് കല്ലെറിയുന്നത്. അത് നമുക്ക് വേണം. അതിനെ അധികം പഴുക്കാൻ സമ്മതിക്കാത്തത് അതുകൊണ്ടാണ്. അപ്പൊ അതേപോലെ പഴുത്ത മാങ്ങയ്ക്ക് കല്ലെറിയും. നമുക്ക് നേരെ എന്താ പറയാ, കൊടുങ്കാറ്റായി വരാൻ നമ്മളെ ചുറ്റിലുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരുപാട്. അതിനൊന്നും ആ ഒരു ചലഞ്ചസ് നേരിടാനുള്ള കപ്പാസിറ്റി, അതൊരു നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. ആ മൈൻഡ് സെറ്റ് ആ ഒരു ലെവലിൽ നമ്മൾ പ്രിപ്പയർ ചെയ്താണ്ടല്ലോ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ പറയുമ്പോൾ നമ്മൾ ഏത് ലെവലിലായിരിക്കും നമ്മുടെ മൈൻഡ് സെറ്റ്. അങ്ങനെ ആ ഒരു ചലഞ്ചസിന്, എന്ത് ചലഞ്ച് വന്നാലും ഞാൻ അത് ഏറ്റെടുക്കും. ഞാൻ അതിലൂടെ അതിനെ മറികടന്ന് മുന്നോട്ട് പോകും. ഏതൊരു ഏതൊരു ലീഡർ വന്ന സമയത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഒരാൾക്ക് നേരെ ഒരുപാട് പേര് കല്ലെറിയും. അത് ആരാന്ന് എനിക്ക് തോന്നുന്നു ദീപക് സാർ ആണോ എന്ന് അറിയില്ല. ഒരു വ്യക്തിക്ക് നേരെ, നല്ല രീതിയിൽ പോകുന്ന ഒരു വ്യക്തിക്ക് നേരെ ഒരുപാട് പേര് കല്ലെറിയുന്ന സമയത്ത് നമ്മളത് തിരിച്ചാ കല്ലെടുത്ത് അവരെ നേർക്കെറിയാന്നൊന്നും നമ്മൾ അവരും ഒരേ മൈൻഡ് സെറ്റ് ആയി. നേരെ മറിച്ച് ഉള്ള കല്ല്, ആ എറിഞ്ഞ കല്ലുകൾക്ക് മുകളിൽ നിന്നിട്ട് അവരെ തിരിഞ്ഞു നോക്കി ചിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയ, അവിടെ ആരാ വിജയിച്ചേ? നമ്മളാ വിജയിക്കുന്നത് അല്ലെ? അതുകൊണ്ട് എന്ത് ചെയ്യാ, കല്ലുകൾ ഒരുപാട് എറിയും, അതൊന്നും തിരിച്ചെറിയാതിരിക്കും. അത് അവിടെ തന്നെ നിന്നോട്ടെ. എന്നിട്ട്
പണിയെടുത്ത് കാണിച്ചു കൊടുത്താൽ അതിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഞാൻ വിജയിച്ചു എന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റണം. അതായിരിക്കണം നമ്മുടെ ഫസ്റ്റത്തെ ഗോള്. ഒരുപാട് ഗോൾ ഉണ്ടാവും. ആ ഗോളിൽ ഫസ്റ്റത്തെ ഗോൾ നെഗറ്റീവ് പറഞ്ഞവരുടെ മുന്നിൽ തല ഉയർത്തി നിന്നിട്ട് ഞാൻ ഇവിടെ വിജയിച്ചിട്ടുണ്ടെന്ന് പറയണം. അവരെ കൊണ്ട് പറയിപ്പിക്കണം, നമ്മളായിട്ട് പറയണം, നമ്മളത് കാണിച്ചു കൊടുക്കണം. അമ്മീനിക്കാണല്ലേ, സോറി, അമ്മീനിക്ക് എന്തായാലും ദീപക് സാർ എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഓക്കെ. അപ്പം ആ ഒരു സംഭവം, ആ ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും നമ്മളിൽ ഉണ്ടാവണം. അതേപോലെ നമ്മളെ ചേഞ്ച് ആക്കാൻ ശ്രമിക്കണം. നമ്മള് എന്താ പറയാ, നല്ല രീതിയിൽ ചേഞ്ച് കൊണ്ടുവരാൻ, നമ്മുടെ ഗ്രോത്ത് എപ്പോഴും കൂട്ടാൻ വേണ്ടി എന്തൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. ചുറ്റിലും വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കുക. പിന്നെ എപ്പോഴും എന്തായിരിക്കാം, എംപവറിങ് അതേഴ്സ്, അല്ലെ? നമ്മൾ എംപവർ ആയാലേ നമുക്ക് മറ്റുള്ളവരെ എംപവറിങ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇത് ജസ്റ്റ് നിങ്ങളതൊന്ന് വായിച്ചേ. ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് ദ സ്റ്റോൺസ്, ബി ദ eagle that flies above them. Keep your head high, wing wide and headstrong. The eagle mindset will take you beyond limit. അല്ലേ? ഈഗിളിന്റെ മൈൻഡ് സെറ്റ് എന്താണ്? ഈഗിളിന്റെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ, പക്ഷെ ഈഗിൾ എന്താണ്, എപ്പോഴും അതിനേക്കാളും മുകളിലേക്കാ പറക്കുക. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിന് മുകളിലേക്ക് പറക്കും ഈഗിൾ. താഴോട്ടേക്കാണ് പോവുക, അല്ല. ഈഗിളിന് ചുറ്റും നേരെ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് വീണ്ടും അതിന്റെ മുകളിലേക്ക് വിങ്സിനെ വൈഡ് ചെയ്ത് അത് പറക്കുകയാണ്. ഒരിക്കലും എന്താന്നില്ല, ആ ഒരു പ്രശ്നത്തിന്റെ താഴോട്ടേക്ക് പോകുന്നില്ല. അതേപോലെ ആയിരിക്കണം. നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രോബ്ലംസ് ഇനിയും വരാം, പക്ഷെ എന്താണ്, അതിന്റെ മുകളിലേക്ക് നമ്മൾ പറക്കുക. ഈഗിള് വിങ്സ് വൈഡ് ചെയ്ത് പറക്കുന്ന പോലെ നമുക്കൊരു ചിറകുകൾ വെച്ച് നമ്മൾ പറക്കുക. ആ പ്രശ്നത്തിനെ മറികടന്നിട്ടുള്ള ചിന്താഗതി മാത്രമായിരുന്നു. ഒരിക്കലും ഒരു പ്രോബ്ലം നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഇല്ലായ്മ ചെയ്യാൻ നമ്മളെ കൊണ്ട് പെട്ടെന്ന് പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യണം, അതിനെ അടിച്ചമർത്തി നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റൂലേ? എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ലേ? പക്ഷെ ആ പ്രശ്നവും നോക്കിയിരുന്ന നമ്മൾ എന്താവും, എന്റെ മുന്നിൽ ഇത്രയും വലിയത് വന്ന് എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിന് പകരം പ്രശ്നങ്ങൾ ഒരുപാട് ഇനിയും വരാം. കാരണം ലൈഫാണ്, മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. സക്സസ് എന്ന് പറഞ്ഞാൽ ഒരു ജേണി, ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിപ്പെടാന്നുള്ളത് പെട്ടെന്ന് ആർക്കും പറ്റില്ല. അതിന് ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, ഒരുപാട് സ്ട്രഗ്ലിംഗ് പീരീഡ് വരും. അപ്പൊ എന്ത് ചെയ്യണം, അതിനൊക്കെ മറികടന്ന് മുന്നോട്ട് പോയി ഈഗിള് പറക്കുന്ന പോലെ വിങ്സ് മീൻസ് നമ്മുടെ ചിറകുകളെ വൈഡാക്കുക. വളരെ നല്ല രീതിയിൽ വൈഡാക്കിയിട്ട് ഒരാൾക്കും തൊടാൻ പറ്റാത്ത രീതിയിൽ പറക്കുക. മാക്സിമം ഹൈ ലെവലിലേക്ക്, ഇല്ലേ? നമ്മളെ കൊണ്ട് എത്ര മാക്സിമം ഹൈ ലെവലിലേക്ക് നമുക്ക് പറക്കാൻ പറ്റുന്നുണ്ടോ അത് പറക്കണമെങ്കിൽ എന്ത് വേണം, നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെ ആയിരിക്കണം എന്നാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞു വരുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോഴും ഈഗിളിനെ പോലെ ആയിരിക്കണം. ആരെന്ത് പറഞ്ഞാലും ഇന്ന് കംപ്ലീറ്റ് നിങ്ങൾ അത് ചിന്തിക്കുക. എങ്ങനെയൊക്കെയാണ് ഈഗിൾ ചെയ്യുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നത്, എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ആയിക്കൂടാ എന്ന് നമ്മൾ ചിന്തിക്കണം. ഈഗിളിനെ പോലെ പറന്ന് കംപ്ലീറ്റ് നെഗറ്റീവിനെ താഴത്തേക്ക് മാറ്റി അതിന്റെ മുകളിൽ കൂടെ പറന്നിട്ട് നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മോഹങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഡെസ്റ്റിനേഷനും നമ്മുടെ ഗോളും മാത്രം സ്വപ്നം കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു സമയം, ആ ഒരു ലൈഫ് നിങ്ങളൊന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യും. നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെ ആയിരിക്കും? ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമില്ല. അതൊക്കെ അതിന്റെ വഴിക്ക് വരും, അതങ്ങ് പൊക്കോളും. ഉണ്ടാക്കിയവർക്ക് അത് തീർക്കാനും അറിയുണ്ടാവും. പക്ഷെ നമ്മൾ അതൊന്നും ബാധിക്കരുത്. നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്ത നമ്മുടെ വിഷനിൽ മാത്രമായിരിക്കുക. ആ ഒരു ഡെസ്റ്റിനേഷൻ എന്നെത്തുന്നോ അവിടത്തേക്ക് മാത്രം, ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ. അതിന്റെ ഇടയിൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരും, പ്രശ്നങ്ങൾ വരും, സ്ട്രഗ്ലിംഗ് പീരീഡ് വരും, ഒക്കെ മറക്കുക. അതൊന്നും നമ്മളെ സംബന്ധിക്കുന്ന ഒരു വിഷയമേ അല്ല എന്നുള്ള ലെവലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മൂവ് ഓൺ ചെയ്യാം, പറക്കുക ഈഗിളിനെ പോലെ. നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോഴും എന്തായിരിക്കണം, നല്ല ലെവലിൽ ഹൈ ഫ്ലൈ വിങ്സ് ഇങ്ങനെ വൈഡ് ആയിട്ട് നമ്മളിങ്ങനെ വന്നല്ലേ. ഈഗിളിന്റെ ആ ഒരു വിങ്സ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ട് അല്ലെ, ചിറകുകളോട് വൈഡ് ആയിട്ട് അത് പറക്കുന്നത്. അതേപോലെ വലിയ ചിറകുകൾ ഉയർത്തിയിട്ട് വൈഡ് ആയിട്ട് പറക്കാൻ വേണ്ടി മാക്സിമം നോക്കുക. ഓക്കെ, ഇതിപ്പം ലാസ്റ്റ് കോട്ടല്ല ഞാൻ ഇവിടെ കൊടുക്കുന്നത്, ലാസ്റ്റ് ഫൈനൽ ഒരു എക്സാമ്പിൾ ഞാൻ തരാം. ഓക്കെ, നമ്മളൊരു ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു ട്രെയിനിൽ നമ്മൾ കയറി, നമ്മുടെ എവിടെ നിന്നാണോ കയറുന്ന ആ ഒരു ട്രെയിൻ പോവുകയാണ്. അതിന് കോ പൈലറ്റ് ഉണ്ട്. കോ പൈലറ്റ് ആണല്ലോ എന്തായാലും ട്രെയിൻ ഓടിക്കുക. ആ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറെ ആൾക്കാർ അതിൽ കയറി, കുറെ ആൾക്കാർ പല സ്ഥലങ്ങളിൽ ഇറങ്ങി, വീണ്ടും പുതിയ ആൾക്കാർ കയറുന്നു, പുതിയ ആൾക്കാർ ഇറങ്ങുന്നു. ആ ഒരു ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കോ പൈലറ്റ്, ആ ഒരു ട്രെയിനിന്റെ പേര് എംപവർ എന്നാണ്. ഓക്കെ, എംപവർ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ഒരു ട്രെയിനാണ്. അപ്പൊ അതിന്റെ കോ പൈലറ്റ് ആരായിരിക്കും? ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്തേ, അതിന്റെ കോ പൈലറ്റ്. പക്ഷെ ആ കോ പൈലറ്റിന് അതൊരു കംപ്ലീറ്റ് വിഷൻ ഉണ്ട്. എന്താ വിഷൻ? അത് എത്തേണ്ട ഡെസ്റ്റിനേഷൻ ആ കോ പൈലറ്റിനും അവരുടെ കൂടെ നിൽക്കുന്ന ആ ഒരു എന്താ പറയണ്ടേ അസിസ്റ്റൻസിനും കറക്റ്റ് വിഷൻ ഉണ്ട്, ആ ഒരു ട്രെയിൻ എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളത്. ഓക്കെ, എങ്ങോട്ടേക്ക് പോകണം എന്നുള്ള അവരുടെ വിഷനാണ്. പക്ഷെ അവിടെ ഒരുപാട് പേര് ആദ്യം കയറുന്നു, കുറെ ആൾക്കാർ ഇറങ്ങുന്നു, വീണ്ടും കയറുന്നു, വീണ്ടും ഇറങ്ങുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കുക, കയറിയവര് പാതി വഴിയിൽ ഇറങ്ങുന്നു എന്തുകൊണ്ട്?
ചിന്തിക്കേണ്ട കാര്യം ഇതിന്റെ ഉള്ളിൽ നിൽക്കുക, അതായത് ആ ട്രെയിനിൽ നിൽക്കുന്ന ആൾക്കാർ ചിന്തിക്കേണ്ട കാര്യമാണ്. കയറിയവര് പാതി വഴിയിൽ ഇറങ്ങും, കാരണം എല്ലാവർക്കും പോകേണ്ടത് ഒരേ ഡെസ്റ്റിനേഷൻ അല്ല. പക്ഷെ കുറെ ആൾക്കാർ ഇറങ്ങുന്നു, എന്തൊക്കെയോ കാരണങ്ങൾ, ഇത് ലോക്കലാണ്, പിന്നെ കറക്റ്റ് ടൈമിൽ അവിടെ എത്തൂല, അങ്ങനെയുള്ള കുറെ ചിന്താഗതിയിൽ കുറെ ആൾക്കാർ ഇറങ്ങുന്നു. അല്ലെങ്കിൽ മറ്റു പല ആൾക്കാർ അവരെ ഇറക്കുന്നു. ഒരാൾ ഇറങ്ങുമ്പോൾ അറിയാലോ, ഒരാൾ ഇറങ്ങുമ്പോൾ ബാക്കി എല്ലാവരും ഇറങ്ങിക്കോളും. പക്ഷെ കുറച്ച് ആൾക്കാർ മാത്രം എന്താണ് ആ ഒരു ട്രെയിനിൽ തന്നെ നിന്നും ആ ഒരു കോ പൈലറ്റിനെ മാത്രം വിശ്വസിച്ച് അവരുടെ കൂടെ നിൽക്കുന്ന അസിസ്റ്റൻസിനെ മാത്രം വിശ്വസിച്ചിട്ട് കുറെ ആൾക്കാർ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. എത്ര ദൂരം താണ്ടിയാലും ആ ഒരു പൊസിഷനിൽ, ആ ഒരു പ്ലേസിൽ എത്തുന്നുള്ള ഒരു പ്രതീക്ഷയിൽ ആ ഒരു കോ പൈലറ്റ് പോകുന്നുണ്ട്. എന്തുകൊണ്ടാ ആ ഒരു കോ പൈലറ്റ് ആ ട്രെയിനിനെ കൊണ്ടുപോകുന്നത്? എന്തുകൊണ്ടാ? അദ്ദേഹത്തിന് കറക്റ്റ് ഒരു വിഷൻ ഉണ്ട്, കറക്റ്റ് ഒരു മിഷൻ ഉണ്ട്. അദ്ദേഹം പോകുന്നത് ഒരു പരുന്തിനെ പോലെയാണ്. കാരണം അദ്ദേഹത്തിന് അറിയണം എത്ര ദൂരം താണ്ടിയാലും എത്തുന്നത് എങ്ങോട്ടാ? ആ ഒരു ഡെസ്റ്റിനേഷനാണ്. അപ്പൊ അതിൽ ആ ഒരു ട്രെയിനിൽ കയറാൻ പറ്റുന്നവരാരോ അവര് കയറിയവരൊക്കെ എന്താവും, ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ വരെ ഉള്ളവർ കംപ്ലീറ്റ് എന്താവും, ആ പരുന്തിനെ പോലെ ഹൈ ഫ്ലൈയിലേക്ക് പോകും. പറന്ന് 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 ഒരുപാട് മുകളിലേക്ക് പോകും. ആദ്യ വഴിയിൽ ഇറങ്ങിയ ആൾക്കാരോ അവര് എന്താവും, കാക്കയെ പോലെ ആ ഒരു ഇട്ടാവട്ടത്ത് പറക്കുന്ന, തനിക്ക് കിട്ടുന്ന ഫുഡ് മാത്രം കഴിച്ച് വേറെ ഒന്നിനെയും കൊത്തിയെടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആ ഒരു മൈൻഡ് സെറ്റ് എന്താവും, താഴെ 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 പോകും. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതൊരു പ്രോവേർബ് അല്ല, ഞാനായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം, ആ കോ പൈലറ്റ് എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റ് വീണ്ടും മാറ്റുക. എങ്ങനെയാ മാറ്റിയേ? കോ പൈലറ്റ് ആയിട്ട് നിന്നിട്ട് അദ്ദേഹത്തിന് മടുത്തപ്പോ അദ്ദേഹം പൈലറ്റ് ആയിട്ട് മാറുക. ഓക്കെ, പൈലറ്റ് ആയിട്ട് അദ്ദേഹം എന്താ പറയാ, ഉണ്ടാക്കി വെച്ച ആ ഒരു എയർവേയിലേക്ക് അദ്ദേഹം മാറുകയാണ്. ആ ഒരു എയർവേയിലേക്ക്, ആ ഒരു ടെർമിനലിലേക്ക് കയറാൻ പറ്റിയ ആൾക്കാർ ആരൊക്കെയാണ് എന്ന് ചിന്തിക്കുക അല്ലെ. ആ ഒരു ടെർമിനലിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഒരു ടെർമിനലിൽ കയറി ബോർഡിംഗ് പാസ് കിട്ടിയ ടെർമിനലിൽ ഇരിക്കുന്ന ആൾക്കാരാണ് മുക്കാൽ ഭാഗം ആൾക്കാർ. അതിന്റെ ഇടയിൽ കുറെ ആൾക്കാർ ആ ടെർമിനലിൽ കയറാൻ പറ്റാത്തവരുണ്ടാവും. ഓക്കെ, ടെർമിനലിൽ കയറാൻ പറ്റാത്ത ആൾക്കാർ ചിന്തിക്കുക, എന്തുകൊണ്ട് എനിക്കും ബോർഡിംഗ് പാസ് എടുത്ത് അതിൽ കയറിക്കൂടെ? പാസ്പോർട്ട് ഉണ്ട്, വിസ കോപ്പി ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ഞാൻ കയറൂല. എന്തിനാ വാശി പിടിക്കുന്ന കയറൂല? എന്തായാലും ആ പൈലറ്റിന് ഒരു ലക്ഷ്യമുണ്ട്, അദ്ദേഹം ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് അത് കൊണ്ടുപോകും. കൂടെ നിൽക്കുന്നത് 10ഓളം വരുന്ന മറ്റുള്ള എന്താ പറയാ അദ്ദേഹത്തിന്റെ അസിസ്റ്റൻസും ആണ്. അവരെന്തായാലും ആ ഡെസ്റ്റിനേഷനിലേക്ക് അത് കൊണ്ടുപോകുന്ന ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് അവരെന്ത് ചെയ്യുന്നത്, ആ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ നിൽക്കുന്നത്. ആ ഒരു ഫ്ലൈറ്റിലേക്ക് കയറണോ വേണ്ടിയോ എന്ന് ചിന്തിക്കുക. മാത്രമല്ല ആ ഫ്ലൈറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്, അത് ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ല, ടച്ച് ഫ്ലൈറ്റ് ആണ്. ഓക്കെ, അതൊരു ടച്ച് ഫ്ലൈറ്റ് ആണ്. അത് ഒരു സ്ഥലത്തൂടെ ഇറക്കും. ഇറങ്ങുന്ന സമയത്ത് ഇവിടുന്ന്, അതായത് നമ്മൾ കേരളത്തിൽ നിന്ന് നമ്മൾ ഒരാളായിട്ടാണ് അതിൽ കയറിയതെങ്കിൽ ആ ഒരു ഡെസ്റ്റിനേഷൻ, അതായത് എവിടെയാണ് അത് ടച്ച് ചെയ്യുന്നത്, മേ ബി ഷാർജ, അബുദാബി, എവിടെയാവാം, ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ സർക്കിളിലുള്ള ആൾക്കാർ അതിൽ കയറുന്നുണ്ടോന്നും കൂടി നമ്മളൊന്നിട്ട് ജസ്റ്റ് ടച്ച് ചെയ്യാൻ, നമ്മളൊന്ന് ശ്രദ്ധിക്കണം, കയറ്റാൻ വേണ്ടി നോക്കുക. കാരണം എന്താ, ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഒറ്റയ്ക്ക് പോയാൽ എന്താവില്ല, എത്തില്ല. കാരണം അവിടെ ഇറങ്ങി ആ ഒരു ഡെസ്റ്റിനേഷൻ കവർ ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എന്ത് വേണം, നമ്മുടെ കൂടെ നമ്മൾ കൈപിടിച്ച് കൊണ്ടുപോകുന്ന കുറച്ചധികം ആൾക്കാരും കൂടി ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് വരണം. ഒറ്റയ്ക്ക് പോയാൽ പാതി വഴിയിൽ അവിടെ നിന്ന് ഇറങ്ങി ബാക്കോട്ടേക്ക് നടക്കേണ്ടി വരും. പകരം കൂടെ ഒരാളെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ ഡെസ്റ്റിനേഷൻ കവർ ചെയ്യാൻ പറ്റും. മീൻസ് ആ പൈലറ്റ് എന്തായാലും, അമീൻ എന്ന് പറയുന്ന ആ പൈലറ്റ് ശരിക്കും ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ആ ഒരു ഫ്ലൈറ്റ് കൊണ്ടുപോയി ടേക്ക് ഓഫ് ചെയ്യും. ആ സമയത്ത് ഇറങ്ങി ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകണമെങ്കിൽ അവിടെ ഒരു കണ്ടീഷനേ ഉള്ളൂ, ഒറ്റയ്ക്ക് ആവരുത്. ഒന്നിൽ കൂടുതൽ ആൾക്കാരായിരിക്കണം നമ്മുടെ കൂടെ ഉണ്ടാകും. അത് ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, ആരും ആവാം, നമ്മുടെ ഒരു ഫാമിലി ആയിട്ട് നമ്മൾ പോകണം. ഓക്കെ, അപ്പൊ ചിന്തിക്കുക, ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തണമെങ്കിൽ ഒറ്റയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. കാരണം അത് പാതി വഴി ആ ഡെസ്റ്റിനേഷൻ കവർ ചെയ്യാനുള്ള ഒരു 95% നമ്മൾ മടങ്ങേണ്ടി വരും. പകരം കൂടെ നമ്മുടെ ഫാമിലിയെയും ഫ്രണ്ട്സിനെയും ഒക്കെ കൊണ്ടുപോവാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തും. നമ്മുടെ കൂടെ വന്നവരെയും നമുക്ക് എത്തിക്കാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യും, ഹൈ ഫ്ലൈയിലേക്ക് അത് പോകും അല്ലെ. നമ്മുടെ ഫ്ലൈറ്റ് എന്താവും, അങ്ങോട്ടേക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. നമുക്കറിയാം, ഫോർജ് റിവോൾവ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെയാണ് ടേക്ക് ഓഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആരൊക്കെ ആ റിവോൾവിലേക്ക് കയറും, ആ കയറിയ ആൾക്കാർ ആ ഒരു ക്യാപ്റ്റന്റെ കൂടെ നിന്നുകൊണ്ട് ആ ഒരു ഫ്ലൈറ്റിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നതിന് മുൻപ് എത്ര പേരെ നിങ്ങളുടെ കൂടെ കൂട്ടാൻ പറ്റുന്നുണ്ടോ അത്രയും പേരെ നമ്മൾ കൂട്ടാൻ വേണ്ടി മാക്സിമം നോക്കുക. കാരണം നമ്മൾ നമ്മൾ പറക്കാൻ പോവാ, ഹൈ ഫ്ലൈ. ഇതുവരെ ഉള്ളത് എന്താണോ, ഇന്നലകൾ എന്താണോ എന്നുള്ളത്, നമ്മുടെ ജിനാഫ് സർ പറയുന്നത് പോലെ ഇന്നലകളാണെങ്കിലും നാളെകൾ ഇന്നകളാക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ നോക്കുക. ഉറപ്പായിട്ടും എല്ലാവർക്കും സക്സസ് ആവാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യാണ്. 8 മണിയായി, ഞാൻ വേഗം തീരുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ ഞാൻ ഏതൊക്കെ ലെവലിലേക്ക് പോയി. എന്തായാലും ഇത്ര സമയം എന്നെ കേട്ടിരുന്ന എത്ര പേരുള്ളത്, 330 പേർക്കും താങ്ക് യു സോ മച്ച് ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹെർട്ട്. നിങ്ങൾക്ക് ഇത് എത്രത്തോളം മനസ്സിലായി, ക്യാച്ച് ചെയ്തെന്ന് എനിക്കറിയില്ല. ക്യാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു റിക്വസ്റ്റേ ഉള്ളൂ,
നമ്മൾ എപ്പോഴും പരുന്തിനെ പോലെ ചിന്തിക്കുക, പരുന്തിനെ പോലെ പറക്കാൻ വേണ്ടി ശ്രമിക്കുക, മാക്സിമം വിങ്സ് എന്ത് ചെയ്യുക, വൈഡ് ആക്കുക. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ഈ ഒരു വാക്ക് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.